കർത്താവ് അനുവദിക്കാത്തോളം കാലം നമ്മൾ നിലനിൽക്കും. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ഏത് മേഖലയിലായിക്കോട്ടെ നമ്മൾ ഫലം കായ്ക്കും, നമ്മൾ നശിക്കത്തില്ല, നമ്മൾ വാഴും. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്റെ കൂടെ ഇന്ന് പറഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല, ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ സമൃദ്ധിയെ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നന്ദി കർത്താവ്. ഇന്ന് ഏറ്റുപറഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്ന ദൈവമാണ്, സകലത്തിലും അത്ഭുതമാക്കുന്ന ദൈവമാണ്. കർത്താവിന് നമ്മുടെ കൂടെയുണ്ടല്ലോ. നമുക്ക് ഓരോ ദിവസവും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വചനം കേട്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നു. ഇന്നും കർത്താവ് ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്, ഇന്നും അത്ഭുത മന്ത്രിയാണ്. തുടർമാനമായിട്ട് നമുക്ക് കർത്താവിൻ്റെ വചനം കേൾക്കുന്ന തുടക്കത്തിൽ പറഞ്ഞതുപോലെ സമയം ഇച്ചിരിയല്ല, അരമണിക്കൂറോളം വൈകിപ്പോയി. ഞാൻ ഒരു യാത്രയിലായിരുന്നു, ഞാൻ വേഗത്തിൽ വന്ന് നമ്മുടെ പ്രാർത്ഥന ക്രമീകരിക്കുമായിരുന്നു. എങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട ചിന്ത, വചനം മാത്രമല്ല, എന്ത് കാര്യത്തെപ്പറ്റിയാണ് നമ്മൾ ചിന്തിച്ചതെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആമേൻ. നമ്മൾ ഇന്നലെ പാറസ്ഥലത്ത് വീണ വിത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഉപമയുടെ പൊരുള് ഇന്നലെ ഞാൻ പറഞ്ഞു വന്നു. നമുക്ക് വേര് വേണം അല്ലേ? നിങ്ങൾ എപ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മൾ ഈ ഒരു പ്രാർത്ഥന കൂട്ടായ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പ്രയർ റിക്വസ്റ്റ് അയച്ച് ജീവിതകാലം മുഴുവനും ഒരു ബ്രദറിന്റെ കീഴിൽ ഇങ്ങനെ എപ്പോഴും പ്രയർ റിക്വസ്റ്റ് ജീവിക്കാൻ വേണ്ടിയല്ല. നിങ്ങളുടെ പ്രാർത്ഥന ഒരു അത്ഭുതത്തിന്റെ പ്രാർത്ഥനയായി മാറും. നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമായി മാറും. അബ്രഹാമിനെ പറ്റി പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായി തീരുന്ന പറഞ്ഞേക്ക്. എൻ്റെ അർത്ഥം നീ ഒരു അനുഗ്രഹമാണ്, അനേക ജാതികൾക്കൊരു അനുഗ്രഹമാണ്. ഇതാണ് ബൈബിളിന്റെ വാക്തത്വം. നമ്മൾ പലപ്പോഴും നിങ്ങൾക്ക് സ്വയമായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥന നിങ്ങളുടെ കർത്താവ് യേശുവുമായിട്ടൊരു നല്ലൊരു സുഹൃത്തിനോട്, നല്ലൊരു പിതാവിനോട് ഒരു വ്യക്തി എങ്ങനെ ബന്ധപ്പെടുവോ, നമുക്ക് എന്ത് വിഷമം വന്നാലും എപ്പോഴും സംസാരിക്കാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിനെയാണ് ഈ കൂട്ടായ്മയിലൂടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് എനിക്കറിയാം, ഒരു കാലഘട്ടത്തിൽ പ്രയർ റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരുന്ന പലരും പ്രയർ റിക്വസ്റ്റ് അയക്കത്തില്ല. കാരണം അവരിപ്പം സാക്ഷ്യമുള്ളവരായി തീർന്നു. അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞ സാക്ഷ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പണ്ട് ആരെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഓടി നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കൊരു ഉറപ്പ് കിട്ടി, ഞാൻ പ്രാർത്ഥിച്ചാലും യേശു കേൾക്കും. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. ആ സഹോദരിക്ക് സൗഖ്യം ലഭിച്ചു. ആ സഹോദരി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അനേകർ രോഗങ്ങൾ മാറി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊന്നും വെറുതെയല്ല. ഇന്ന് ലൈവിൽ പങ്കുചേരുന്നവർ, സൂമിൽ പങ്കുചേരുന്ന നിങ്ങൾ എല്ലാവരെയും ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എനിക്കറിയാം, ഇന്ന് ഇത്രത്തോളം ആളുകൾ ഈ സൂമിന്റെ അകത്ത് കയറിയപ്പോൾ കുറെ ആൾക്കാർ ഇന്ന് ലിങ്ക് ലൈറ്റ് ആയതുകൊണ്ട് മിസ്സായി. അപ്പൊ ഗ്രൂപ്പിൽ കാണുന്നതോട് ഞാൻ പറയും, നിങ്ങൾ ഗ്രൂപ്പുകളിൽ പങ്കുചേരുക. ഡിസ്ക്രിപ്ഷനിൽ യൂട്യൂബിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി എടുക്കാം. ആ വാക്യം ഒരിക്കൽ നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വാക്യം തന്നെയാണ്. അതിനായിട്ട് നമുക്ക് ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിലെ ആ വാക്യം നമുക്ക് ഒന്ന് എടുക്കാം. തുടർമാനമായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷമാണ് കേട്ടുവരുന്നത്. ഇന്ന് ആ വാക്യത്തിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷം നമ്മൾ 8 അധ്യായം വരെ കവർ ചെയ്തു. 8-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട വാക്യം. ഇന്നലെ പാറമേൽ വീണ വിത്തിനെ പറ്റിയാണ്. ഇന്ന് പറയുന്നു, നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച്
ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ ആകണം എന്ന് ബൈബിൾ പറയുന്നു. ഇവിടെ ശ്രദ്ധിച്ചോണം, നമ്മുടെ ഉള്ളിൽ ഒരു വചനം എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാനതിൻ്റെ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഒത്തിരി കൺഫ്യൂഷൻ വരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു വാക്യമാണ്. നിങ്ങൾ പലപ്പോഴും വായിക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ മനസ്സിലോ എവിടെയെങ്കിലും ഈ വാക്യം നിങ്ങൾക്ക് ഉടക്കിയേക്കാം. ഈ വാക്യത്തിൻ്റെ ഏറ്റവും ഒടുവിൽ പറയുന്ന ഒരു വാക്യം ഇതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 18-ാം വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്: ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവും, ഉള്ളവന് കിട്ടും, ഇല്ലാത്തവന് ഉണ്ട് എന്ന് തോന്നുന്നത് കൂടെ എടുത്തു കളയും. ശ്രദ്ധിച്ചോണം, തുടക്കത്തിൽ പറഞ്ഞു, നല്ല നിലത്ത്, നല്ല ഹൃദയത്തിൽ, നല്ല മണ്ണിൽ വിതച്ച വചനമോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ ആകും. അടുത്ത വാക്യത്തിൽ താഴേക്ക് വരുമ്പോൾ പിന്നൊരു വാക്യം പറയുകയാണ്: ആകയാൽ നിങ്ങൾക്ക് എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ശ്രദ്ധിച്ചു നോക്കിയേ, ബൈബിൾ ഒരു വാണിംഗ് നമുക്ക് തരുവാണ്. സൂക്ഷിക്കണം, വചനം കേൾക്കുമ്പോൾ സൂക്ഷിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബൈബിൾ പറയുകയാണ് വചനം കേൾക്കുമ്പോൾ സൂക്ഷിക്കണം. ഞാൻ ഒരു മിനിറ്റ് നമ്മുടെ പ്രെയർ ലിങ്ക് ഒന്ന് സെൻഡ് ചെയ്യുവാണ്. സൂമിൽ, ഫേസ്ബുക്കിലൊക്കെ എന്നെ ലൈവ് കാണുന്നവർക്ക് ഞാൻ സൂമിൻ്റെ ലിങ്ക് അയച്ചു തരാം. നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ സമയത്ത് ഞാൻ നമ്മുടെ ഫേസ്ബുക്കിലോട്ടൊന്ന് സെൻഡ് ചെയ്തോട്ടെ. ഈ സമയത്ത് ലിങ്ക് ചോദിച്ചുകൊണ്ട് ഒത്തിരി പേര് വാട്സാപ്പിൽ അയക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിലേക്ക് ഞാൻ നമ്മുടെ സൂമിൻ്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി നേരെ സൂം പ്രയറിലേക്ക് പങ്കുചേരാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പം ഇവിടെ പറയുകയാണ്, അതായത് നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ഇവിടെ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ വചനം കേൾക്കുമ്പോൾ സൂക്ഷിക്കണം. എൻ്റെ കൂടെ എന്ന് പറഞ്ഞാട്ടെ, ബൈബിൾ വചനം കേൾക്കുമ്പോൾ സൂക്ഷിക്കണമെന്നൊന്ന് പറഞ്ഞേ. ആമേൻ. വചനം കേൾക്കുമ്പോൾ നമ്മൾ ഇഷ്ടം പോലെ വചനം കേൾക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഈ പ്രാർത്ഥനയിൽ വന്നിട്ട് നിങ്ങൾ പലരും സാക്ഷ്യം പറഞ്ഞു, ബ്രദർ എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു, പക്ഷേ എനിക്ക് ആ വചനം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിന്റെ അത്ഭുതവട്ടായി. അങ്ങനെ സാക്ഷ്യമുള്ളവരാരെങ്കിലും, നിങ്ങൾ ഒത്തിരി വചനം കേട്ടവരാണ്, ഒത്തിരി സ്ഥലങ്ങളിൽ പോയതാണ്. പക്ഷേ ഈ കൂട്ടായ്മയിൽ, ഞാൻ ഈ കൂട്ടായ്മ എടുത്ത് പറയുന്നത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത്, ഈ കൂട്ടായ്മ വന്നപ്പോഴും മനസ്സിലായത് എങ്ങനെ പ്രാർത്ഥിക്കണം. അങ്ങനെ കുറേ സാക്ഷ്യം കേട്ടതുകൊണ്ട് ഞാൻ ചോദിക്കുവാണ്, അങ്ങനെ മനസ്സിലാക്കി പ്രാർത്ഥിച്ച് അത്ഭുതം കിട്ടിയവരാരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആമേൻ, ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ കേട്ട അതേ വചനം തന്നെയല്ലേ, നിങ്ങൾ എവിടെയാണോ ഏത് സ്ഥലത്ത് വെച്ചാണോ ബൈബിൾ കേട്ടത്, അതേ ബൈബിൾ വാക്യവും അതേ ബൈബിൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചത്. പക്ഷെ എന്താണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വചനം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കറക്റ്റ് ഒരു കാര്യത്തെ മനസ്സിലാക്കി ബ്രദറല്ല പരിശുദ്ധാത്മാവ് തന്നതുകൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എനിക്ക് പുകഴുവാൻ കഴിയത്തില്ല, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു എന്ന് പറയാൻ കഴിയത്തില്ല, എനിക്ക് അവിടെ ഒരു മഹത്വം എടുക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടെന്നാൽ ബൈബിളിനൊരു പ്രത്യേകതയുണ്ട്. ബൈബിൾ ഒരു സാധാരണ മനുഷ്യന്റെ കണ്ണിലൂടെ വായിച്ചാൽ ഒരു സാധാരണക്കാരന് അതൊരു ഭോഷത്വമായി തോന്നും. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലേ. നിലത്തു നിന്ന് മണ്ണ് കുഴച്ച് ദൈവം ഒരു മനുഷ്യന്റെ രൂപം ഉണ്ടാക്കിയിട്ട് അതിന്റെ മൂക്കിലേക്കൊരു ശ്വാസം ഊതിയപ്പോൾ നമ്മളീ കാണുന്ന പോലെ കിഡ്നിയും ഹാർട്ടും കണ്ണും മൂക്കും വായും എല്ലാം ഉള്ള, ഞരമ്പുമുള്ള, രക്തമുള്ള ഒരു പ്രതിമ മനുഷ്യരൂപത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരു ബുദ്ധിമാനും വിശ്വസിക്കത്തില്ല. മനസ്സിലായോ? ഒരു ശാസ്ത്രജ്ഞനും വിശ്വസിക്കത്തില്ല. കാര്യം ആ ശാസ്ത്രജ്ഞൻ വന്നിട്ട് പറയും, ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് പറയും, മനോഹരമായ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് പറയും, അങ്ങനെയെങ്കിൽ ഈ പ്രതിമയൊന്ന് ജീവിച്ച് കാണിക്കാൻ പറഞ്ഞാൽ നമ്മൾ കിടന്ന് വട്ടം കറങ്ങും അല്ലേ? ഇത് തന്നെയാ ദൈവം ചെയ്തത്. നിലത്തുനിന്ന് ഒരു രൂപമുണ്ടാക്കി, മണ്ണ് കൊണ്ട് രൂപമുണ്ടാക്കി, ആ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ രൂപത്തിന്റെ മൂക്കിൽ ഒരു ശ്വാസം ദൈവം കൊടുത്തു. ഉടനെ എന്ത് ചെയ്തു? അത് ആദമായി മാറി. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളുടെ വീട്ടിൽ എത്രയോ പ്രതിമയുണ്ടല്ലേ? ആ പ്രതിമ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ സോഫ സെറ്റിയോലോ കസേരയിലോ അടുക്കളയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളോട് എന്തുണ്ട് വിശേഷമെന്ന് ചോദിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം മനുഷ്യന്റെ ബുദ്ധിയിൽ ഒരിക്കലും ഇത് സാധ്യമല്ല. പക്ഷെ ദൈവത്തിനും കർത്താവിന്റെ പരിശുദ്ധാത്മാവുള്ള വ്യക്തി പറയും ഇത് നടക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? പരിശുദ്ധാത്മാവിന്റെ വ്യാഖ്യാനങ്ങളിലൂടെ മാത്രമേ നമുക്ക് ദൈവവചനത്തിലെ വിശ്വാസം നമ്മുടെ മേലേക്ക് പകരപ്പെടത്തുള്ളൂ. ഇനി ഞാൻ പറഞ്ഞില്ലേ, ബൈബിൾ കേൾക്കുമ്പോൾ സൂക്ഷിക്കണം. ബൈബിൾ നമുക്കൊരു വാണിംഗ് തരുവാണ്. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു, ശ്രദ്ധിച്ചു നോക്കിയേ, ബൈബിൾ കേൾക്കുന്ന വാക്ക് നിങ്ങൾ എങ്ങനെയാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിക്കണം.
അടുത്ത വാക്യത്തിൽ പറയാണ്, ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോ ഉണ്ട് എന്ന് തോന്നുന്നതും കൂടെ എടുത്തു കളയും. ഇവിടെ ശ്രദ്ധിച്ചോണം, ഉള്ളവന് കിട്ടും. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്കുണ്ടോ ഇല്ലയോ? നിങ്ങൾക്കുണ്ടോ ഇല്ല? ഈ ചോദ്യം ഞാൻ കൂടി ചോദിക്കുകയാണ്. എന്തായിരിക്കും അവിടെ ഉദ്ദേശിച്ചത്? ആർക്കെങ്കിലും അറിയാവോ? ഉള്ളവന് കിട്ടുമെന്ന് പറഞ്ഞു. എന്തായിരിക്കും ഈ ഉള്ളവൻ? ഓർമ്മയുണ്ടോ? ഇവിടെയാണ് നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ഒരു വാക്യം മാത്രം കാണുന്ന ഒരു വ്യക്തി ചിന്തിക്കും, എൻ്റെ കർത്താവ്, അങ്ങനെയാണെങ്കിൽ ഉള്ളവന് മാത്രമേ കിട്ടത്തുള്ളൂ, ഇനി എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം അതെടുത്ത് കളയുമെന്നാണോ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു സംശയം വന്നില്ലേ? ഇനി ഒരു ചോദ്യം, എന്തായിരിക്കും ഈ ഉള്ളത്? സംശയം വന്നില്ലേ? ഇനി ഈ ഉള്ളത് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ വചനം ആദ്യം മുതൽ വായിച്ചു വന്നത് ഈ 18-ന്റെയും 17-ന്റെയും 16-ന്റെയും 15-ന്റെയും വാക്യങ്ങൾ തൊട്ടു മുകളിൽ വായിക്കുമ്പോൾ യേശു ഒരു ഉപമ പറഞ്ഞു താഴേക്ക് വരികയാണ്. ആ ഉപമയുടെ 15-ലാണ് ഞാൻ വായിച്ചത്. നല്ല മണ്ണിൽ വിതച്ചതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവൻ. എന്നിട്ട് ഇതിങ്ങനെ താഴേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ് ഉള്ളവന് കിട്ടും. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളത്തിൽ വചനം ഇരിക്കുന്ന കാര്യത്തെപ്പറ്റി ഇവിടെ പറഞ്ഞു വരികയാണ്. ഉള്ളവൻ, ഇപ്പൊ മനസ്സിലായോ? നിങ്ങളുടെ ഉള്ളിൽ ഒരു വചനം ഉണ്ടെങ്കിൽ ആ വചനം ഫലം കായ്ക്കും. 15-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത് എന്തുവാണ്? നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വചനമോ. ശ്രദ്ധിച്ച് 15 നോക്കിയേ, നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വചനം കേട്ട് നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കും. നിങ്ങൾ താലന്തിന്റെ ഉപമ വായിച്ചിട്ടുണ്ടോ? 10 താലന്ത്, 5 താലന്ത്, 3 താലന്തിന്റെ ഉപമ കേൾക്കുമ്പോൾ അവിടെ തന്നെ ഈ വാക്ക് തന്നെ പറയുന്നുണ്ട്, അല്പത്തിൽ വിശ്വസനായിരിക്കുക, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. അവിടെ താലന്ത് കുഴിച്ചിട്ടൊരു മനുഷ്യനെ പറ്റി പറയുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെ നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ വചനം കറക്റ്റായിട്ട് കേൾക്കണം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്യുകയെന്ന് വിചാരിച്ചു. നിങ്ങൾ എവിടുന്നേലും ഒരു വിത്ത് കിട്ടി, ആ വിത്ത് കൊണ്ടുവന്ന് പറമ്പിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് നിങ്ങൾ ആ വിത്തെ കൊണ്ടുവന്ന് ചൂടുവെള്ളം ഒഴിച്ചാൽ എന്നാ സംഭവിക്കും? കാര്യം അതും വെള്ളമല്ലേ, ചൂടാണെങ്കിലും അതും വെള്ളമല്ലേ. ചൂടുവെള്ളം ഉപയോഗിച്ച് അത് ഒഴിച്ചു കഴിഞ്ഞാൽ ആ വിത്ത് എന്ത് ചെയ്യും? ചീഞ്ഞു പോകും. മനസ്സിലാകുന്നുണ്ടോ? ചൂടുവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വിത്ത് ചീഞ്ഞു പോവുകയും ആ വിത്ത് നിങ്ങൾക്കൊരു ഗുണവും ഇല്ലാതെ വരും. അതേ സ്ഥാനത്ത് നിങ്ങളൊരു സാധാരണ വെള്ളമാണ് അതിൽ ഒഴിക്കുന്നതെങ്കിൽ അതിന് വേര് മുളച്ച് പുറത്തേക്ക് ഫലം വരും. അപ്പൊ ഇവിടെ പറയുകയാണ്, 18-ൽ പറയാം, അകൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോകത്തിൽ ഒത്തിരി സുവിശേഷമുണ്ട്. വചനം കേൾക്കുമ്പോൾ ചിലർ പറയും, സഹോദരൻ, നമ്മൾ കർത്താവ് നിങ്ങളെ എന്ത് ചെയ്യും? അങ്ങനെയൊന്നും അല്ല നമ്മൾ ഉദ്ദേശിച്ച്. നമ്മൾ ഒത്തിരി കാര്യം പറഞ്ഞിരുന്നില്ല. കർത്താവിനോട് എടുക്കുമ്പോൾ ചിലർ പറയുന്നുണ്ട് ഒത്തിരി കഷ്ടതയിട്ട് ദൈവം നമ്മളെ വട്ടം കറക്കും. ചിലർ അങ്ങനെ പറയാറില്ലേ? ഞാൻ ഇവിടെ പലപ്പോഴും പറയാറുണ്ട്, ബൈബിളിൽ അങ്ങനെ ഒരു വാക്കില്ല. ദൈവത്തോട് അടുക്കുന്ന സമയത്ത് ദൈവത്തോട് നിങ്ങൾ അടുത്തു വരുവിൻ, എന്നാൽ ദൈവം നിങ്ങളോട് അടുത്ത് വരും. യാക്കോബിന്റെ ലേഖനം. പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇനി മുടിയൻ പുത്രൻ ലോകത്തിലും പാപത്തിലും മുടിയൻ പുത്രനായിട്ട് സകല നാശവും വിട്ട് അകന്ന് നടക്കുന്ന സമയത്ത് അവൻ ഒന്നുമില്ല. അവൻ പന്നിക്ക് കൊടുക്കുന്ന വാളവര തിന്ന് ജീവിക്കേണ്ട ഗതികേടിലേക്ക് വന്നു. അവൻ തിരിച്ച് പിതാവിന്റെ ഭവനത്തിലേക്ക് വന്നപ്പം പിതാവ് പറയുക, ഗതികെട്ടവനെ, കഷ്ടകാലക്കാരാ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്നെ ഞാൻ കുറച്ചുകൂടെ കഷ്ടപ്പെടുത്താൻ പോവാന്നല്ല പറഞ്ഞത്. ഓടി വന്നവന്റെ മുഷിഞ്ഞ വസ്ത്രം ഇരിക്കത്തന്നെ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവനപ്പത്തന്നെ ഒരു മോതിരം ഇട്ടുകൊടുത്ത്, ചെരുപ്പിട്ട് കൊടുത്ത്, പുതിയൊരു വസ്ത്രം കൊടുത്ത്, അവന് വേണ്ടി ഒരു കാളയെ അറുത്തു കൊടുത്ത്. കണ്ടോ? പിതാവിന്റെ അടുക്കിലേക്ക് അടുത്തു വരുമ്പോൾ കഷ്ടതയല്ല തരുന്നത്, പൊന്മോതിരവും പുതിയ വസ്ത്രവും ചെരുപ്പുമിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു വിരുന്ന് കഴിക്കുന്ന പിതാവിനെ കാണാൻ പറ്റും. പക്ഷെ പല പഠിപ്പീരുകളും കേട്ടിരിക്കുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ കൂടുതൽ കഷ്ടത വരും. അതുകൊണ്ടാണ് പറയാകയാൽ നിങ്ങൾ എങ്ങനെയാണ് വചനം കേൾക്കുന്നത് സൂക്ഷിക്കണം. ഇപ്പൊ മനസ്സിലായോ? നമ്മൾ പലപ്പോഴും കേട്ടേക്കുന്നത് 2 പ്രാവശ്യം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കർത്താവിന്റെ ഗീതം അത് വേണ്ടെന്നായിരിക്കും. ബൈബിളിൽ കയ്യിൽ വചനം ഇരിപ്പുണ്ടോ? ബൈബിൾ പറയുന്നു, കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകത്തില്ലെന്ന് പറഞ്ഞാൽ 2 തവണ പ്രാർത്ഥിച്ചു 3 തവണ പ്രാർത്ഥിച്ച് ബ്രദർ ഈ കണക്കിന് പോയാൽ ഞാൻ രക്ഷപ്പെടത്തില്ല. ദൈവത്തിന്റെ ഗീതം ചിലപ്പോൾ അതായിരിക്കും. അല്ല, നിങ്ങളിൽ വിത്ത് ഇരിപ്പുണ്ടോ? നശിക്കത്തില്ലെന്നുള്ള വിത്തുണ്ടെങ്കിൽ ആ വിത്തിനെ മുളപ്പിക്കണം. അത് പറയണം, പ്രാർത്ഥന കൊണ്ട് അതിനെ നനയ്ക്കണം, ദൈവവുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെയെങ്കിൽ ആ വചനം മുളച്ചു വരുമ്പോൾ നിങ്ങളെ നശിപ്പിക്കുവാൻ നിൽക്കുന്ന ആളുകളുടെ മേൽ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ വളക്കൂറുണ്ടായി വരും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ വചനത്തിൽ നാം എന്ത് ചെയ്യണം? വളരണം.
ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിനോട് ഒരു ശ്രീജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു നിയോഗം തരിക. ശ്രീജ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശ്രീജയ്ക്കൊരു മോളെ ഞാൻ കാണുന്നു. ആ കുടുംബവുമായി ബന്ധപ്പെട്ട് കർത്താവ് എന്നോട് ഇങ്ങനെ പറയുന്നു, കുരുക്കുകളെ ദൈവം അഴിക്കാൻ വേണ്ടി പോവാണ്. ശ്രീജയുടെ ഭവനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വലിയൊരു സമാധാനത്തെ അയക്കാൻ പോവാണ്. ഇന്ന് ആ മകളുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ ഇന്ന് ലൈവിലായിക്കോട്ടെ സൂമിലായിക്കോട്ടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രതികരിച്ച് ഏറ്റെടുത്തു. യേശുവിന്റെ നാമത്തിൽ ശ്രീജയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി എന്ന് കർത്താവ് അയക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് അയക്കുന്ന കർത്താവേ, അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് സകല ബന്ധനങ്ങളും അഴിയട്ടെ, സകല ബന്ധനങ്ങളും അഴിയട്ടെ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവെ, ഇന്ന് ആ ഭവനത്തിന്റെ മേൽ ഒരു മഴ പോലെ നന്മ പെയ്യട്ടെ, മഴ പോലെ നന്മ പെയ്യട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. ഇപ്പോൾ ഈ നിമിഷം തന്നെ റിലീസ് ചെയ്യുന്ന കർത്താവെ, അങ്ങ് തൊട്ടതിന് നന്ദി പറയുന്നപ്പ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ സമയത്ത് ഇപ്പം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ട. ഈ സമയത്ത് ഈ വചനം കേട്ടതിന് ശേഷം ഇത് മുഴുവൻ കേട്ടോണം. ഇതിനിടയ്ക്ക് കർത്താവിന്റെ ആലോചന വെളിപ്പെടുമ്പോൾ ചാടി പിടിച്ചോണം. ഇപ്പൊ ഒന്നും പ്രതികരിക്കേണ്ട, ആമേൻ പറഞ്ഞത് ഏറ്റെടുത്താൽ മതി. ഈ വചനത്തിൽ പറയുന്നു, ഉള്ളവന് കിട്ടും, ഇല്ലാത്തവന്. അപ്പൊ ആരെ ഇല്ലാത്തവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്യം ശ്രദ്ധിച്ചോണം. ആകയാൽ നിങ്ങൾക്ക് എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിക്കണം. ശ്രദ്ധിച്ചോണം. ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോ ഉണ്ട് എന്ന് തോന്നുന്നതും കൂടെ എടുത്തു കളയും. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തയെന്ന് വെച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ വാചനം എനിക്ക് കാണാപ്പാടം അറിയാം, പക്ഷെ കേട്ടത് റോങ് ആണെങ്കിൽ ഉള്ളതും കൂടെ പോവും. അതെങ്ങനെയാ ബ്രദറെ അങ്ങനെ പറയുന്നതിന്റെ കാരണം എന്തുവാ? ഉള്ളതും കൂടെ പോകുമെന്ന് പറയാൻ കാരണം എന്തുവാ? ഞാൻ അതുകൊണ്ടാണ് നമുക്ക് ഈ നാവിന്റെ അധികാരത്തെ പറ്റി പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ജീവനും മരണവും നാവിന്റെ അധികാരത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാവുന്ന ഒരു ബ്രദർ, അദ്ദേഹം വാ തുറന്നാൽ നെഗറ്റീവേ പറയത്തുള്ളൂ. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നാളെ പറഞ്ഞാണ് അദ്ദേഹത്തെ പറ്റി. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ബ്രദർ, എൻ്റെ വീട്ടിൽ വരാത്ത ഉപദേശിമാരില്ല, ഞാൻ ആഹാരം കഴിച്ച് കൈ കഴുകി കൊടുക്കാത്ത ഒരു ഉപദേശിമാരും കേരളത്തിലില്ല, എൻ്റെ വീട്ടിൽ പ്രാർത്ഥന വെക്കാത്ത ഒരു ഉപദേശിമാരുമില്ല. ഇതേപോലെ എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ വചനം കേൾക്കുന്ന, പക്ഷെ ഞാൻ രക്ഷപ്പെടുന്നില്ല. അയാളുടെ വാക്ഷയെ പറഞ്ഞാൽ ഗതി പിടിക്കുന്നില്ല. എവിടെ തൊട്ടാലും പരാജയമാണ്. ഒരു ജോലിക്ക് പോയാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ബിസിനസ്സിൽ ലോസ്, വീടിൻ്റെ അകത്താണെങ്കിൽ ഒരു നന്മയും വരുന്നില്ല. പക്ഷെ ഞാൻ ആഴ്ചയിൽ 2-3 പ്രാവശ്യം എല്ലാ പ്രാർത്ഥന കൂട്ടായ്മയിലും പോകും, എല്ലാ ബ്രദർമാരെയും വിളിച്ച് പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, പാട്ട് പാടും, സ്തുതിക്കും, പക്ഷെ ഗതി പിടിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാഷയാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഓർത്ത്, നിങ്ങൾ ആ വീട്ടിൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾ എൻ്റെ ദൈവം എന്നേക്കാൾ എത്രയോ നന്നായിട്ട് ആ പുള്ളി പ്രാർത്ഥിക്കും. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. കാര്യം എന്നെക്കാളും നന്നായിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, നന്നായിട്ട് ബൈബിൾ വായിക്കുന്നു. ഞാനാണെങ്കിൽ ചില സമയങ്ങളിൽ പ്രാർത്ഥന ശരിക്കും കൂടാറ് പോലില്ല, പക്ഷെ അയാൾ ഒറ്റ പ്രാർത്ഥന മുടക്കാറില്ല. പക്ഷെ അദ്ദേഹം രക്ഷപ്പെടുന്നില്ല. എൻ്റെ കാരണം അദ്ദേഹം എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ രക്ഷപ്പെടത്തില്ല ബ്രദറെ. നമ്മുടെ ഒന്നും പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ല ബ്രദറെ. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ വാക്യങ്ങളൊക്കെ കാണാപ്പാടവാ. പക്ഷെ അതിൻ്റെ കുഴപ്പം നമ്മുടെ വചനം ഉപയോഗിക്കുന്നത് നമ്മുടെ നാവിലൂടെയാണ്. വചനം അകത്ത് വെച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെടത്തില്ലെന്നും കർത്താവ് എൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കാൻ പോകുന്നില്ല, എല്ലായിടത്തും എനിക്ക് എപ്പോഴും ഈ നാശവാ, ഇങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ എപ്പോഴും പ്രശ്നവാ, ഞാനിതൊന്നും ഒരു രക്ഷയില്ല, ഇതൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തന്നെ പറയുമല്ലോ, ഞാൻ കുറേ പ്രാർത്ഥിച്ചു, ഒന്നും രക്ഷപ്പെടുന്നില്ല, ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഒരു രക്ഷയില്ലെന്നൊക്കെ പറയുമ്പോൾ ബൈബിൾ പറയുന്നു, ജീവനും മരണവും നിങ്ങളുടെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അത് ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. അപ്പൊ വചനം അകത്തുണ്ട്, പക്ഷെ ആ വചനം എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? ഉള്ളതും കൂടെ എടുത്ത് കളയുക. എന്നാൽ ഒരു വ്യക്തി വചനം കേൾക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ തുടക്കത്തിൽ ചോദിച്ചത്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു ഉണ്ട്. പലയിടത്തും പോയി നിങ്ങൾ വചനം കേട്ടിട്ടും ഇവിടെ വന്നപ്പോൾ ഞാൻ അവരുടെ ഒന്നും കുറ്റമല്ല പറഞ്ഞത്, ഇവിടെ പരിശുദ്ധാത്മാവ് അത് വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് അത് വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ കഴിയുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് അതിനെ കൊണ്ടുവരുവാൻ കഴിയുന്നത്. ഞാനിത് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു ജിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ സമയത്ത് കർത്താവ് എനിക്ക് നിയോഗം തരുവാണ്. ജിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ജിൻസിയെയും കുടുംബത്തെയും കർത്താവിന് തൊടാൻ വേണ്ടി പോവാണ്. ജിൻസിയുടെ കുടുംബത്തിൻ്റെ അകത്ത് നാളുകളായിട്ട് അവരനുഭവിക്കുന്ന വലിയൊരു ഭാരമുണ്ട്. ആ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ പോലും ജിൻസിയുടെ ഭവനത്തിലുണ്ട്. ഇന്ന് കർത്താവ് ആ ഭവനത്തെ തൊടാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ,
അതാരാന്ന് വെച്ചാൽ ഏറ്റെടുത്തോണം. ജിൻസിയുടെ ഭവനത്തെ കർത്താവ് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ, എല്ലാ നിരാശകളും മാറട്ടെ. ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ജീവിക്കാൻ പോലും കഴിയാൻ പറ്റാതെ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുക. ആ ജിൻസിയെ മാത്രമല്ല, ജിൻസിയുടെ ഭവനത്തോടും കൂടെ പറയാണ് കർത്താവ് ഈ ആലോചന പറയുന്നത്. ഇന്ന് ഈ വചനം കേൾക്കുമ്പം നിങ്ങൾ എത്ര ദൂരത്താണെങ്കിലും, ഈ മ്യൂട്ട് മാറ്റിയത് പറയാൻ വേണ്ടിയാണോ? യേശുവിൻ്റെ പറഞ്ഞു പറഞ്ഞു സിസ്റ്ററുടെ മോളുടെ പേരാ? എന്റെ മോള് IELTS ചെയ്ത് 5 പ്രാവശ്യവും കിട്ടിയില്ല. അവള് മിനിഞ്ഞാന്ന് പറഞ്ഞു വിളിച്ചു ഒക്കെ ഇരുന്നു. ഭവനത്തിൽ നടക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ നാം ദൈവത്തെ വിളിക്കുന്നുണ്ടെങ്കിലും ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല. എന്നാലും ഞാൻ വചനം ഇന്ന് ഞാൻ ദൈവത്തിന്റെ മുൻപാകെ എന്നെ പ്രാർത്ഥിച്ചപ്പോ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് യാതൊരു സ്വസ്ഥതയും ഇല്ല. എനിക്കെതിരെയാണ് അവിടെ പ്രിൻസിപ്പൾ ആണെങ്കിലും എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ പരമാവധി എല്ലാം ചെയ്യുന്നുള്ള എന്റെ മോള് സിസ്റ്ററെ, ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് കർത്താവ് ഇടപെട്ടത് എനിക്കറിയത്തില്ല. ദൈവാത്മാവ് ഇങ്ങനെ ഈ സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ പറയും. ജിൻസിയുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിലെ കണ്ണുനീരിനെ, നിങ്ങളുടെ കുടുംബത്തിലെ പരാജയ ചിന്തകളെ പരിശുദ്ധാത്മാവ് ഇന്ന് കയറി തൊടുകയാണ്. ഇന്നു മുതൽ ഏറ്റെടുത്തോണം. ഇന്നു മുതൽ ആ കണ്ണുനീരൊക്കെ തുടച്ചിട്ട് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകും. എല്ലാവരും കുടുംബത്തിനോട് പ്രാർത്ഥിച്ച കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആ മകള് കരഞ്ഞോണ്ടാണ്, സിസ്റ്റർ ഇപ്പൊ പറഞ്ഞത് കേട്ടില്ല, കരഞ്ഞോണ്ടാണ് മോള് വിളിച്ചു പറഞ്ഞത്. എന്താ കർത്താവ് അത് കണ്ടു. സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ ഇനി പരാജയത്തെ കേറ്റാതെ വണ്ണം ഞങ്ങൾ ആ പിശാചിനെ വെട്ടി ദൂരെ കളയുന്ന കർത്താവെ അങ്ങ് തൊടുന്നതിന് നന്ദി. ഏറ്റെടുത്തോ സിസ്റ്ററെ, ഇപ്പൊ തന്നെ ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തോ. ഞങ്ങൾ അതിനെ സീൽ ചെയ്യുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ അങ്ങ് തൊടുന്നതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥന എടുത്ത കർത്താവിന്റെ വലിയ പ്രവർത്തികളെ ഈ നിമിഷം ഇന്ന് തമ്പുരാൻ തൊട്ടുകൊണ്ടിരിക്കുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ കർത്താവ് എന്നോടൊരു ജോയിയുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നു പറയുകയാണ്. ജോയി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ഇന്ന് ആ ജോയിയുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറയുന്നു, ആ കുടുംബത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി വന്നിട്ട് ഇങ്ങനെ പറയാൻ പോവാണ്, നഷ്ടങ്ങളെ ഞാൻ ലാഭമാക്കാൻ വേണ്ടി പോവാം. പലതും നഷ്ടപ്പെട്ട് ജോയിയുടെ ഭവനമായിട്ട് ബന്ധപ്പെട്ട് ആരാണ് ഏറ്റെടുത്തോണം? യേശുവിന്റെ. ആരാ ജോയി? ആരാ? ഹസ്ബൻഡിന്റെ പേരാണ് ജോയി. ഏറ്റെടുത്ത ജോയിയുടെ ഭവനത്തിന്റെ മേൽ കർത്താവ് പറയുന്നു, നഷ്ടങ്ങളെ തമ്പുരാൻ ഇന്ന് ലാഭമാക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ ഞാനൊരു കാര്യം പറയും. ഒരു സെക്കൻഡ് ഒന്ന് മ്യൂട്ട്. ഒരു മിനിറ്റ് നിങ്ങളും എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഞാൻ പറഞ്ഞത് ഒരുമിച്ച് നിങ്ങൾ മ്യൂട്ട് മാറ്റരുത്. ഞാൻ ബാക്കി പറഞ്ഞോണം. ജോയിയുടെ ഭവനത്തിൻ്റെ അകത്ത് കർത്താവ് പറയും, നഷ്ടങ്ങളെ കർത്താവ് ലാഭമാക്കാൻ വേണ്ടി പോവാണ്. ഞാൻ അവിടെ കാണുന്ന ഒരു കാഴ്ച, ജോയിക്ക് ഒരു 35 വയസ്സിന് മുകളിലുള്ള ഒരു തലമുറയെ ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഇന്ന് സ്പർശിക്കാൻ വേണ്ടി പോവാണ്. എന്നോട് തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു, 2024 തീരുന്നതിന്റെ മുമ്പ് തന്നെ അടയാളത്തോടു കൂടെ കർത്താവിന്റെ ചില പ്രവൃത്തികളെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്ന് ജോയിയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവാത്മാവ് പറയുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ജോയിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ജോർജിനെയും കൂടെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ ഭവനത്തിന്റെ മേൽ നഷ്ടങ്ങളുടെ ഇന്ന് അവസ്ഥകളെ ഇന്ന് കർത്താവ് എടുത്തു മാറ്റി തമ്പുരാനോടൊരു സമാധാന അന്തരീക്ഷത്തെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടയാളം ശ്രദ്ധിച്ചോണം. കർത്താവ് ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ വലിയ പ്രവൃത്തി അയക്കുകയാണ്. ആരാധന യേശുവേ. യേശുവേ നന്ദി. അത് ഞങ്ങൾക്കായിരിക്കും. ജോയി എന്ന എന്റെ ഹസ്ബൻഡിന്റെ പേര്. വീട്ടിൽ വിളിക്കുന്നത് ജോയി. സ്കൂളില് ടീച്ചറായിരുന്നു. ജോർജ് എന്നാണ് പേര്. ഓ സ്വോത്രം ഉണ്ടായിട്ടുണ്ട്. ആമേൻ. അത് ഞങ്ങൾക്കായിരിക്കും. കേട്ടില്ല സിസ്റ്റർ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ മ്യൂട്ടായി പോയി, കേട്ടില്ല. ജോയി എന്നാണ് എന്റെ ഹസ്ബൻഡിന്റെ പേര്. ജോർജ് എന്നാണ് സ്കൂളിൽ വിളിക്കുന്ന ആള്. ഈ പ്രായത്തിലുള്ള ഒരു മോളുണ്ട്, ജോലിയില്ല. ആമേൻ. സിസ്റ്റർ ഏറ്റെടുത്തോടെ കർത്താവ് കണ്ടു കേട്ടോ. ദൈവം എത്രത്തോളം ക്ലാരിറ്റി ആയിട്ട് ഇടപെട്ടെ, എത്രത്തോളം ആലോചിച്ച് നോക്കി. ജോയി എന്നുള്ള പേരും അതേപോലെ തന്നെ ജോർജ് എന്നും കൂടെ കർത്താവ് ഒരു കൺഫർമേഷൻ തന്നു. അത് മാത്രമല്ല 35 വയസ്സുള്ള മോളെ കർത്താവ് തൊടുക. സിസ്റ്റർ എല്ലാവരും പ്രാർത്ഥിച്ചു. വലിയൊരു പരിശുദ്ധാത്മാവിന്റെ അന്തരീക്ഷം. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ കർത്താവ് നിങ്ങളെ നോക്കി പ്രവചിക്കുവാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചു, യേശുവേ നിങ്ങളുടെ ഭവനങ്ങളെ ഇന്ന് ഉള്ളവന് കിട്ടും,
ശ്രദ്ധിച്ചു നോക്കിയേ, ഇന്ന് വചനം അകത്ത് പിടിച്ച് ആവശ്യമില്ലാത്ത കേട്ടതൊക്കെ ഇന്ന് ഇറക്കി വിട്. എടുത്തോണ്ട് പോകുവാൻ പിശാച് നിൽക്കുകയാണ്. വചനം മുറുക്കെ പിടിച്ചോ. യേശു ഉള്ളവന് കിട്ടും, ഇല്ലാത്തവന് ഉണ്ട് എന്ന് തോന്നുന്നതും കൂടെ എടുത്തു കളയും. ഇന്ന് നമ്മുടെ സമ്പാദ്യം വചനമാണ്. നിങ്ങളുടെ കൺമുമ്പിൽ മുഴുവൻ പ്രശ്നങ്ങളായിരിക്കാം, ഒരു വഴിയും മുമ്പിലില്ലായിരിക്കാം, എല്ലാ വാതിലും അടഞ്ഞിരിക്കാം. പക്ഷെ ആ വചനം ഉയർത്തി പിടിച്ചിട്ട് പറ, ഇതെന്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ഞാൻ 100 മേനി കൊയ്യാൻ പോവാ. ഞാൻ വീണ്ടും പറഞ്ഞിട്ടുള്ളൂ, കയ്യിൽ വചനമുണ്ടെങ്കിൽ വചനം വിശ്വസിച്ച് പറയുന്നവനെ മറികടന്ന് കർത്താവ് പോകത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്ക് ഓർക്കുന്നുണ്ടോ? യാക്കോബിനെ വട്ടം പിടിച്ചു, ഒറ്റ തൊഴിക്ക് യാക്കോബിനെ തീർക്കുവാൻ ഇറങ്ങി വന്ന ദൈവത്തിനും ദൂതനും കഴിയും. ഒന്നാലോചിച്ച് നോക്കി, യാക്കോബ് വട്ടം പിടിച്ചിട്ട് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടത്തില്ല. നമ്മൾ ഓർക്കുന്ന എന്നാന്നറിയാവോ? യാക്കോബ് വട്ടം പിടിച്ചപ്പോ വന്ന ദൈവത്തിന്റെ ദൂതനും ദൈവവും അങ്ങോട്ട് സ്റ്റക്കായി നിന്നല്ല. ഒറ്റ തൊഴി കൊടുത്താൽ യാക്കോബ് നേരെ തെറിച്ചു പോയിട്ട് ആ യോർദാനിൽ പോയി കിടക്കുവാൻ ഒറ്റ തൊഴി കൊടുത്താൽ മതി. ഇനി തൊഴി എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, അത്രയ്ക്കും പവറിലാ നിൽക്കുന്നത്. പക്ഷെ ദൈവം എന്ത് ചെയ്തില്ല? യാക്കോബിനെ തട്ടി മാറ്റിയില്ല. അതിന്റെ കാരണം യാക്കോബ് പറഞ്ഞൊരു വാക്കുണ്ട്. അതിന് മുമ്പൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു, കർത്താവേ, നീ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നും ഞാൻ നിന്റെ തെക്കോട്ടും വടക്കോട്ടും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുമെന്നും എന്നോട് പറഞ്ഞ ദൈവം. കണ്ടോ, അകത്ത് വചനം ഇരിക്കുകയാണ്. ഇതിരിക്കുന്നിടത്തോളം കാലം, ഇത് വിശ്വസിക്കുന്നിടത്തോളം കാലം ദൈവത്തിനറിയാം, യാക്കോബേ, നീ എന്റെ വചനത്തെ വിശ്വസിച്ചിരിക്കുകയാണ്, നീ ഇന്നും എന്റെ വചനത്തെ മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, നിന്നെ വിട്ട് എനിക്ക് മറികടക്കുവാൻ കഴിയത്തില്ല. ഇന്നു മുതൽ നീ യാക്കോബല്ല, ദൈവത്തിന്റെ ഇസ്രായേലാന്ന് പറഞ്ഞതുപോലെ. കണ്ടോ, ഉള്ളവന് കിട്ടും, ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോ ഉണ്ട് എന്ന് തോന്നുന്നു കൂടെ എടുത്തു കളയും. യാക്കോബെ, നിനക്ക് എന്തുകൊണ്ടാണ് ഇത് കിട്ടിയത്? അകത്തിരിപ്പുണ്ട്. യാക്കോബിന്റെ പ്രാർത്ഥന ഇത്, ഈ സിറ്റുവേഷൻ വരുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന അദ്ദേഹം ഞാൻ എടുക്കുന്നില്ല വാക്യം ഉൽപ്പത്തിയിൽ. അദ്ദേഹം തന്നെ തല്ലാൻ നിൽക്കുന്ന, കൊല്ലാൻ നിൽക്കുന്ന തന്റെ സഹോദരൻ ഏശാവ് മുമ്പേ വരുന്ന സമയത്ത് യാക്കോബിന്റെ ഒരു പ്രാർത്ഥന, കർത്താവേ, നീ എന്നോട് പറഞ്ഞതുപോലെ. ശ്രദ്ധിച്ചു നോക്കിയേ, അന്ന് യോർദാൻ എന്നപ്പോ ഒരു വടിയല്ലാതെ മറ്റൊരു സമ്പാദ്യം എനിക്കില്ല. ഇപ്പോൾ ഞാൻ 2 സൈന്യത്തിനുള്ള ആളെന്റെ കൂടെയുണ്ട്. നീ എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ വാക്തത്വം ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാനത് വിട്ടുകളഞ്ഞിട്ടില്ല. ഉള്ളവന് കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ വീണ്ടും പറയുന്നു, ഈ ദിവസങ്ങളിൽ ഈ ഒരു സമയത്ത് യേശുവിന്റെ നാമത്തിൽ റിസീവ് ചെയ്തോണം. ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഇനി സാമ്പത്തിക കുരുക്കിന്റെ അകത്ത് നിങ്ങൾ കിടക്കുവായിക്കോട്ടെ, യേശുവിന്റെ നാമം, ദൈവത്തിന് 1 സെക്കൻഡ് മതി വാതിൽ തുറക്കാൻ. 1 സെക്കൻഡ് വരെ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞു, നമ്മൾ ഈ അത്ഭുതം കാണുന്നവരെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ സെക്കൻഡുകൾക്കകത്ത് കർത്താവ് പ്രവർത്തിക്കുന്ന കണ്ടിട്ടുള്ള ആളാണ്. നിമിഷ നേരം കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. ഒരു സാധ്യതയില്ലാത്ത സ്ഥാനത്ത് വിത്തിൻ സെക്കൻഡുകൾക്കകത്ത്, ഒരു പ്രതീക്ഷ അവസാനിച്ചപ്പോൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ പോലും കണക്ട് ചെയ്ത് കർത്താവ് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മിടുക്കല്ല, അകത്ത് വചനമുണ്ടോ? കൈ ഉറക്കെ പറയണം, എൻ്റെ കർത്താവ് എൻ്റെ മുമ്പിലാണെങ്കിൽ ഒരു വഴിയുമില്ല, പക്ഷേ എൻ്റെ അകത്തൊരു വചനമുണ്ട്, എന്നെ ഒരു നാളും കൈവിടത്തില്ല, എന്നെ ഒരു നാളും കൈവിടത്തില്ല. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ലാലു എന്ന് വിളിക്കുന്ന, അത് വിളിപ്പേരാണോ ഒഫീഷ്യൽ പേരോ എനിക്കറിയത്തില്ല, ലാലു എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയൊരു സ്പർശനത്തെ ദൈവം ചെയ്യുകയാണ്. അത് എനിക്കറിയത്തില്ല, അത് ഒഫീഷ്യലായിട്ടുള്ളൊരു പേരാണ്. ലാലു എന്ന് പറയുന്ന ഒരു വിളിയാണ് ഞാൻ കേൾക്കുന്നത്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയൊരു സ്പർശനം ആ കുടുംബത്തിൻ്റെ മേൽ ദൈവം അയക്കാൻ പോവാണ്. കർത്താവ് ഇന്ന് തൊടും. ദൈവം അവിടെ വലിയ പ്രവൃത്തിയെ അയക്കും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ രക്ഷയുടെ സന്തോഷമുണ്ടായി വരട്ടെ. ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഒരു ഫിലിപ്പിൻ്റെ കുടുംബത്തിൽ മേഴ്സിയുടെയും ഫിലിപ്പിൻ്റെയും മകളെയും കർത്താവ് സ്പർശിക്കുന്നതായിട്ട് എന്നോട് ദൈവാത്മാവ് പറയുന്നു. ആ കുടുംബത്തിൽ നിന്നും കർത്താവ് കുടുംബത്തിൻ്റെ അകത്തു നിന്നും ഞാൻ കാണുന്ന ഒരു ബാഗും പിടിച്ചുകൊണ്ടുള്ളൊരു യാത്രയ്ക്കായിട്ട് കർത്താവ് ഒരു വാതിൽ തുറക്കാൻ പോവാണ്. ഫിലിപ്പ് എന്ന് പേരുണ്ട്. ഫിലിപ്പിൻ്റെ കുടുംബത്തിൽ തന്നെ ഞാൻ മേഴ്സിനെ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ മേൽ നന്മ തടസ്സമാക്കി വെച്ചിരിക്കുന്ന സകല ബന്ധനങ്ങളെ ഇന്ന് പൊട്ടിച്ചു വിടുന്ന കർത്താവെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ മേൽ ദൈവിക രക്ഷയുടെ പദ്ധതിയെ ഞങ്ങൾ തുറക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ, വഴി തുറന്നു വരട്ടെ, വാതിൽ തുറന്നു വരട്ടെ, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആകട്ടെ. ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇവിടെ വചനം പറയുകയാണ്, ഉള്ളവന് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഉള്ളവന് കിട്ടും. ഈ ദിവസങ്ങളിൽ ഈ വചനം കേൾക്കുമ്പോൾ മടുത്തു പോകരുത് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ,
നമുക്ക് ഏറ്റവും കൂടുതൽ ക്ഷമ നമുക്ക് ഈ ദൈവസന്നിധിയിൽ ആവശ്യമാണ്. ദൈവം തരും കേട്ടോ. ഇല്ലെങ്കിൽ കർത്താവ് എനിക്ക് ക്ഷമ വേണം, ക്ഷമ വേണം യേശുവിൻ്റെ നാമത്തിൽ, ക്ഷമ വേണം യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്നെല്ലാവരും, എനിക്കറിയത്തില്ല, ദൈവാത്മാവ് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി, ഈ സമയത്ത് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ഈ സമയത്ത് ഭാരപ്പെടുന്ന നിങ്ങളുടെ ഭാരങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് മിറക്കിൾ മണി വരും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയും മിറക്കിൾ മണിയൊക്കെ എന്തുവാ? പത്രോസിന്റെ പടകിൽ അദ്ദേഹത്തിന് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും കിട്ടാത്ത വല കീറുമാറ് നന്മ കിട്ടിയെങ്കിൽ, മീൻ്റെ അകത്ത് പത്രോസ് ലിഹായ്ക്ക് വേണ്ടിയുള്ള നന്മ ഒളിപ്പിച്ചു വെച്ചെങ്കിൽ, ഇന്ന് ഈ സമയത്ത് കടഭാരത്താൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒന്ന് കൈ ഉയർത്തി, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പറഞ്ഞ്, ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ വേണ്ടി പോവുക, പുതുവഴികൾ ഞാൻ കാണാൻ പോവുക. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്തൊന്ന് വെച്ച് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒന്ന് പറഞ്ഞ്, ഇന്ന് എൻ്റെ സൗഖ്യത്തിൻ്റെ ഉള്ളവന് കിട്ടും കേട്ടോ. അകത്ത് വചനമിരുന്നാൽ മാത്രം മതി. ബ്രദറെ, എനിക്ക് മരുന്ന് മേടിക്കാൻ പോലും കാശില്ല, ഈ വചനം കാണാപ്പാടം പഠിക്കും, ഒരു കാശ് മുടക്കുമില്ല. യേശുവിൻ്റെ തിരുമുറിവിനാൽ ഞാൻ ആരോഗ്യത്തെ സ്വീകരിക്കുന്നു, അത്ഭുതത്തെ സ്വീകരിക്കുന്നു. മരണശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുന്നു. ഹല്ലേലൂയ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ. കർത്താവെ, അങ്ങ് അത്ഭുതത്തിൻ്റെ ദൈവമാണല്ലോപ്പ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നില്ലപ്പ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ. നല്ലതും വിശാലവുമായിട്ടുള്ള ദൈവ നന്മകൾ തുറന്നു വരട്ടെ. അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു വരട്ടെ. ഉയർച്ചയുടെ വാതിൽ തുറന്നു വരട്ടെ. ഈ ഒരു സമയത്ത് ഞങ്ങൾ ബ്ലസ് ചെയ്യുന്ന കർത്താവെ, ഈ നിമിഷം സകല പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ഈ ദിവസങ്ങളിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. അവരൊക്കെയും ജയത്തിൻ്റെയും ഉല്ലാസം അവരുടെ കുടുംബത്തിലുണ്ടാകട്ടെ. എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും വിട്ടുമാറട്ടെ. നിരാശകൾ വിട്ടുമാറട്ടെ. രോഗശക്തികൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവേ, അങ്ങ് തുണനിന്ന് എന്നെ സഹായിക്കുന്നല്ലപ്പ. അങ്ങ് തുണനിന്ന് ഞങ്ങളെ സഹായിക്കുന്നപ്പ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവോട് പറയുന്നു, ഒരു രാജേഷിനെ ദൈവം സ്പർശിക്കുന്നു. രാജേഷിൻ്റെ ഭവനത്തിൽ തന്നെ ഒരു സ്മിത ഞാൻ കാണുന്നു. രാജേഷിൻ്റെ ഭവനത്തിൽ തന്നെ ആ രാജേഷുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്മിതയിനെയും കൂടെ ഞാൻ ആ കുടുംബവുമായിട്ട് കാണുന്നു. രാജേഷുമായി ബന്ധപ്പെട്ട് സ്മിതയിനെയും കാണിക്കുന്നുണ്ട്. ഇതുമായിട്ട് കണക്ട് ചെയ്ത് ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവാണ്. ഇങ്ങനെ കർത്താവോട് പറയുന്നു, ശൂന്യമായ പാത്രങ്ങളെ നിറയ്ക്കുന്ന ദൈവം, ശൂന്യമായ അവസ്ഥകളെ നിറയ്ക്കുന്ന ദൈവം. ഇങ്ങനെ തന്നെ പറയാൻ വേണ്ടി കർത്താവോട് പറയുകയാണ്. യേശുവിൻ്റെ നാമത്തെ ഞങ്ങളിത് തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. ആ കുടുംബത്തിൻ്റെ മേൽ ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കേൾക്കുക, ഇതൊരു അന്ധകാരം പിടിച്ച ഭവനമാണല്ലോ എന്ന് പലപ്പോഴും പറയുന്ന ഒരു അനുഭവമുണ്ട്. എത്ര കൊണ്ടിട്ടാലും അത് മുഴുവനും ചോർന്ന് ഒലിച്ചു പോകുന്ന ഒരു മണ്ഡലം. എത്ര നന്മ കൊണ്ടുവന്ന് കൊച്ചാലും അത് മുഴുവനും ആ വീടിൻ്റെ അകത്ത് മൊത്തം നശിക്കുക. ഞാൻ ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഇത് പറയുന്നത്. യേശുവിൻ്റെ നാമത്തെ കർത്താവെ, ഇന്ന് ആ ബാധ ഒഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതം അവിടെ ഉണ്ടാകട്ടെ. ഓരോരുത്തരെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നു, ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കുന്നു. അതിരുകൾ വിസ്താരമാകട്ടെ. സൗഖ്യങ്ങളെ ഇന്ന് രോഗത്താൽ വേദനയുള്ള ഭാഗത്തോട്ട് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ എത്ര കാലപ്പഴക്കം ചെന്ന രോഗമാണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം പൂർണ്ണമായ സൗഖ്യമാണ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ പ്രാർത്ഥന യൂട്യൂബിലാണ്. നാളെ സൂമിൽ, നാളെ മാത്രം സൂമിലില്ല, നാളെ യൂട്യൂബിലാണ് നമ്മുടെ പ്രാർത്ഥന നടക്കുന്നത്. നാളെ മാത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത് ഓർപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയരുത്. നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പ്രാർത്ഥനാ വിഷയം ലൈവിൽ പ്രാർത്ഥിക്കാറില്ല. ഈ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ, ഏതെങ്കിലും ദൈവിക ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ പറയാനുള്ള സമയമാണ്. ഇല്ലായെങ്കിൽ നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയും. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറയാം. ഹലോ ബ്രദറെ, പറഞ്ഞോട്ടെ. മുന്നേ ഒരു സെക്കൻഡ്. അസുഖമുള്ള ഭാഗത്ത് കൈവച്ച് യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ബ്രദർ പറയാൻ പറഞ്ഞ സമയത്ത് എനിക്ക് 12 വർഷമായിട്ടുള്ള സൈനസൈറ്റിസിന്റെ തലവേദന ഒരു ദിവസം ആവി പിടിച്ചില്ലെങ്കിൽ അന്ന് എനിക്ക് തലവേദനയായിരിക്കും. പക്ഷെ ഞാൻ അന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അന്നത് മാറി. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കർത്താവിനോട്, ഞാൻ ഒരാഴ്ചയും കൂടെ നോക്കും ഈ തലവേദന എന്നെ ഭാരപ്പെടുത്തുന്നുണ്ടോന്ന്. പക്ഷേ ഇന്നേക്ക് ഒരാഴ്ച കഴിഞ്ഞു, ഇന്ന് വരെയും എനിക്ക് പിന്നീട് ആ വേദന സഹിക്കേണ്ടി വന്നിട്ടില്ല. യേശുവിന് മഹത്വം, യേശുവിന് നന്ദി, യേശുവിന് സ്തുതി.
ആമേൻ. സ്വോത്രം. വലിയ സാക്ഷ്യമാണ്. 12 വർഷമായിട്ട് സിസ്റ്റർ അനുഭവിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം, ഈ സൈനസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് അങ്ങനെ കിടക്കുവാണ്. സിസ്റ്റർ പറഞ്ഞ തന്നെ ഒരു ദിവസം പോലും ആവി പിടിക്കാതെ മരുന്ന് കഴിക്കാതെ അത് മാറത്തില്ല. പക്ഷേ ഇപ്പം ഒരാഴ്ചയോടെ ചെക്ക് ചെയ്യാൻ തുടങ്ങി, ഒരു പ്രശ്നവുമില്ല. സാധാരണ അത് മാറാത്തതാണ്, പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. കർത്താവ് ഒരു സൗഖ്യമാക്കി. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ പറഞ്ഞു. ബ്രദറെ ഞാന് 4-5 മാസമായി ബ്രദറിന്റെ പ്രസംഗമൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും. ബ്രദർ എന്റെ പേര്, എന്റെ കുഞ്ഞുങ്ങളുടെ പേരോ എന്റെ വീട്ടിലെ ആരുടെയും പേര് എന്തായാലും ഇന്ന് തന്നെ ദൈവം ആകുന്ന ഒരു അത്ഭുതം. ഞാൻ ഒത്തിരി മനപ്രയാസപ്പെട്ടിരുന്നായിരുന്നു. എനിക്കാണെങ്കിൽ ശരീരത്തിന് അതെല്ലാം ചൊറിച്ചിലും ഒക്കെ ഉണ്ട്. ഞാൻ അവിടെ സ്ഥാനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒത്തിരി വിടുതലും സമാധാനം കിട്ടി. പക്ഷെ ഞാൻ ഇന്നങ്ങ് തകർന്നു പോയി. പക്ഷെ അന്നേരം എന്റെ ബ്രദർ മോളുടെ പേര് പറഞ്ഞ് ദൈവം എന്നെ അനുഗ്രഹിച്ചത് ഓർത്തക്കൂടെ മോളുടെ പേരെന്തുവാ? ജിൻസി എന്ന് വിളിച്ച് പറഞ്ഞ പേര് അതാണ്. ജിൻസി അല്ലേ? സ്വോത്രം. അത് പിന്നെന്ന് പറയുന്ന ഒരു കാഴ്ചയുടെ മോനാണെങ്കിൽ ചെറിയ ശമ്പളത്തിലാണ് അവൻ ജോലിക്ക് പോയത്. പക്ഷെ അവന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവന്റെ സ്വഭാവം എല്ലാം മാറി. വീട്ടിൽ വിളിക്കത്തില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ മുദ്രയിട്ട് ഈ പ്രയറിൻ്റെ അകത്ത് ഞാനിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവന് സന്തോഷമായി തന്നെ ഒന്ന് വിളിക്കണം, പപ്പായെ വിളിക്കണം മക്കളെന്ന് പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞ ആഴ്ചയില് അവൻ വിളിച്ചു. അങ്ങനെ പറയുന്നു. ബ്രദറെ, ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇത് ഈ നമ്മത്തെ ഇന്നത്തെ വിഷയം നമുക്ക് യൂട്യൂബിൽ കിട്ടുമോ? കിട്ടും. യൂട്യൂബിലേക്ക് വരുന്നതാണ്. മീറ്റിംഗ് ലൈവ് തീരും, അപ്പോൾ അത് എത്തുന്നതായിരിക്കും. അപ്പോൾ അത് വീണ്ടും കേട്ടാൽ മതി കേട്ടോ. യൂട്യൂബിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ആരെങ്കിലും സൂമിൽ കാണുന്നവർ പെട്ടെന്ന് കിട്ടുമോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അല്ലെങ്കിൽ വേണ്ട, ഇതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ആ പ്രയർ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ഹലോ ബ്രദറെ, പറഞ്ഞു. ബ്രദറെ എനിക്കൊരു ദൈവീയ ആലോചന പറയാനുണ്ട് ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, ഞാനൊരു 2 വർഷം കൊണ്ട് എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ ഓരോരുത്തരിൽ നിന്നും എന്നോട് പറയുന്നത് എനിക്കൊരു വാഹനം തരുന്നു, ഒരിക്കലും കാറ് തരുന്നു ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് കാറ് മേടിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല ബ്രദറെ. പക്ഷെ ഞാൻ ഈ പറഞ്ഞു, എനിക്ക് എവിടുന്ന് ഞാൻ എങ്ങനെ കാർ മേടിക്കാൻ? ഈ കാർ പോർച്ചില്ല, എനിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല, ഒന്നുമില്ല. ഞാൻ എവിടുന്ന് കാർ മേടിക്കാൻ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ബ്രദറെ. പക്ഷെ എന്നോട് പലപ്പോഴും ദൈവം പറഞ്ഞു, നീ മേടിക്കും, നിനക്ക് ദൈവം തരുമെന്ന് പറഞ്ഞു ബ്രദറെ. ഇന്നലെ വലിയൊരു അത്ഭുതമാണ് ബ്രദറെ. കേൾക്കുന്നുണ്ടോ ബ്രദറെ? കേൾക്കുന്നുണ്ട്. ഇന്നലെയാണെങ്കിൽ എനിക്കാണെങ്കിൽ ഞാൻ കഴിഞ്ഞ മാസം ഒരു വാഷിംഗ് മെഷീൻ മേടിക്കാൻ പോയായിരുന്നു ബ്രദറെ. അപ്പം പോയപ്പോഴാണെങ്കിൽ ആ വാഷിംഗ് മെഷീൻ മേടിക്കാൻ പോയപ്പോൾ വാഷിംഗ് മെഷീൻ മേടിക്കാൻ ഞാൻ തിരിച്ചു വന്നു. വാഷിംഗ് മെഷീൻ മേടിക്കുന്നില്ല. വാഷിംഗ് മെഷീൻ വേണ്ടാൻ വേണ്ടി വീട്ടിലെ TV പഴയ TV ആയിരുന്നു. അങ്ങനെ ദൈവം പറഞ്ഞു, നീ വാഷിംഗ് മെഷീൻ ഇപ്പൊ മേടിക്കട്ടെ, നീ TV മേടിയില്. അങ്ങനെ 32 ഇഞ്ചിന്റെ TV മേടിക്കാൻ പോയി ഞാൻ ബ്രദറെ. അന്നേരം എന്നോട് പറഞ്ഞു, ദൈവം പറഞ്ഞു, നീ ആ 32 ഇഞ്ചിന്റെ TV വേണം, നിനക്ക് വലിയ TV മേടിക്കണമെന്നുണ്ട്. എന്റെ മോൻ എന്തോ എന്നോട് പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ TV മേടിച്ചാൽ വലിയ TV മേടിച്ചത്, വലുത് ചെറുത് വേണ്ടാന്ന് വേണ്ട. അവൻ വഴക്കുണ്ടാക്കിയിട്ട് വാഷിംഗ് മെഷീൻ മേടിക്കാതെ അവൻ വലിയ TV മേടിച്ചോണ്ട് വന്നു ബ്രദറെ. മേടിച്ചോണ്ട് വന്നിട്ട് ബ്രദറെ, ഇന്നലെ നോക്കണം, ഭയങ്കര അത്ഭുതം ബ്രദറെ. ഈ ദൈവാത്മാവ് ഭയങ്കരമായിട്ട് എന്നോട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്നപ്പോ ഇന്നലെ അവൻ ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നപ്പം ഉച്ചയ്ക്ക് എനിക്കൊരു മെസ്സേജ് ഇട്ടു, അമ്മേ ദാണ്ട് അവിടെ വാഷിംഗ് മെഷീൻ ഓഫർ കൊടുക്കുന്നമ്മേ, അതിന്റെ കൂടെ ഒത്തിരി പ്രൈസുകളും ഉണ്ട്, എന്തോ പറയുന്ന അമ്മ മേടിക്കട്ടെ, മേടെ പൈസ ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ എന്റെ പൈസ ഇല്ല ബ്രദറെ, സത്യം പറഞ്ഞാലെ കൊണ്ട്. എന്നാലും ഞാൻ ഒരാൾക്ക് കൊടുക്കാനുള്ള കുറച്ച് പൈസ എന്റെ കയ്യിൽ ഇരിപ്പോട്ടെ. ഞാൻ അവർക്ക് കൊടുക്കാനെ കൊണ്ട് 2-3 ദിവസം കൊണ്ടേ ഒരുങ്ങുക ബ്രദറെ. പക്ഷെ ദൈവം പറയും, ഇപ്പൊ കൊടുക്കണ്ട. ഞാൻ കൊടുത്തില്ല ബ്രദർ. ഞാൻ ഇന്നലെ പോയിട്ട് ആ വാഷിംഗ് മെഷീൻ മേടിച്ചു ബ്രദറെ. മോൻ പോയി വാഷിംഗ് മെഷീൻ മേടിച്ചോണ്ട് വന്നിട്ട് ബ്രദറെ, ആ വാഷിംഗ് കർത്താവ് തീർച്ചയായിട്ടും ഇടപെട്ട തന്നെ കർത്താവിൻ്റെ ആലോചന എങ്ങനെയാണോ അതേപോലെ സംഭവിച്ചല്ലോ. അത് ദൈവം ഇടപെട്ടതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഹലോ ബ്രദറെ, ഇന്ന്
ഇന്ന് ഒരു സംഭവം നടന്നു. എന്താന്ന് വെച്ചാൽ എന്റെ കുഞ്ഞിന് ജലദോഷം കുറച്ച് ദിവസമായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് വന്നപ്പം മുതൽ അവൾക്ക് നല്ല തുമ്മലുണ്ട്. അപ്പൊ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ തുമ്മിയതിന്റെ പാടുകള് കിടപ്പുണ്ട്. അപ്പൊ ഞങ്ങള് ചോദിച്ചു, നീ എന്തിനാ ഈ ഡ്രസ്സിൽ തുമ്മിയത്, അത് ബാഡ് ഹാബിറ്റ് അല്ലേന്ന് വെച്ചപ്പോ അതിനൊന്നും കുഞ്ഞ് റിപ്ലൈ ചെയ്തില്ല. പിന്നെ വൈകുന്നേരം ഞങ്ങള് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ കുഞ്ഞ് തുമ്മി. പെട്ടെന്ന് തുമ്മിയപ്പോ മൂക്കിൽ എന്തോ ഒരു സാധനം കിടക്കുന്ന പോലെ. ഞങ്ങൾ നോക്കിയപ്പം ഒരു മുത്ത്. കുഞ്ഞ് ഈ മുത്ത് ഇന്ന് രാവിലെ എപ്പോഴോ ക്ലാസ്സിൽ പോയ സമയത്ത് മൂക്കിലിട്ടതാ. അത് വലുതും അല്ല, ഒരു മീഡിയം സൈസ്, കേറിപ്പോവാൻ ചാൻസ് ഉള്ള മുത്താണ്. പക്ഷെ അതിട്ട് ഇത്രയും നേരം ഏകദേശം 12 മണിക്കൂറിന്റെ അടുത്തൊക്കെ അവളത് ആ മുത്ത് മൂക്കിലിട്ട് അവള് അങ്ങനെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ കൂടെ ഇരിക്കാത്തതാ. ഇന്ന് ഞങ്ങളെ കൂടെ ഇരുന്ന് അവള് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ട് അവള് തുമ്മിയിട്ടാ മുത്തു പോയത്. എന്തോ വലിയൊരു അപകടത്തിൽ നിന്ന് ഒന്നും അറിയാതെ അവള് രക്ഷപ്പെട്ടു. എന്നിട്ട് അവള് ഞങ്ങളോട് പറഞ്ഞു, ഈ മുത്ത് ഇങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ ഞാനും പപ്പേനെ പോലെ മരിച്ചു പോയേനല്ലേ, ഞാൻ യേശുപ്പനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് യേശുപ്പ എന്നെ രക്ഷിച്ചതാവുമല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് എന്താ പറയാ, സാക്ഷ്യം എന്നെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ വിചാരിക്കുന്നതിലും അധികം ദൈവം നമ്മളെ കരുതുന്നു. നമ്മൾ നനയ്ക്കുന്നതിലും അധികമാണ് ദൈവം ഓരോ സമയത്തും നമ്മളെ കാക്കുന്നത്. എന്റെ കുഞ്ഞിന്റെ മരണം വരെ എത്തുന്ന സംഭവമായിരുന്നു. പക്ഷെ ദൈവം അത് എത്രയോ ചെറിയൊരു കാര്യമായിട്ട്. സോറി സിസ്റ്റർ, അത് മ്യൂട്ടായി പോയി. സിസ്റ്റർ ഇവിടെ നിന്ന് മ്യൂട്ടായിട്ടുണ്ടേ. ഹലോ സിസ്റ്റർ ഇവിടെ ഞാൻ മ്യൂട്ടായി പോയതാണ്. സിസ്റ്റർ ഒന്നുകൂടെ പറഞ്ഞു. ബ്രദറെ, കുഞ്ഞ് ഒരു മുത്ത് മൂക്കിലിട്ടിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ ചെന്നപ്പോ രാവിലെ മൂക്കിലിട്ടതാണ്. ഞങ്ങൾ ആരും അറിഞ്ഞില്ല, കുഞ്ഞു പറഞ്ഞതുമില്ല. അപ്പൊ വൈകുന്നേരം പ്രാർത്ഥിച്ച് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോ കുഞ്ഞു ഞങ്ങളെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിയാറായപ്പം കുഞ്ഞു പെട്ടെന്ന് തുമ്മിയപ്പം മൂക്കിന്ന് മുത്ത് തെറിച്ച് പോയി. ഇത്രയും നേരം രാവിലെ മുതൽ 8:30 ആയപ്പോഴേ ഞങ്ങളെ പ്രാർത്ഥന തീർന്നേ. അതുവരെ കുട്ടി ആ മുത്തും മൂക്കിലിട്ടുകൊണ്ടിരിക്കുവായിരുന്നു. ചെറിയ മുത്ത്, അത് ശിരസിലേക്ക് കയറി പോവുകയെ എന്ത് വേണമെങ്കിലും സംഭവിക്കായിരുന്നു. അതെ, തീർച്ചയായിട്ടും മിസ്റ്റർ കർത്താവ് അത് വലിയൊരു പറഞ്ഞ പോലെ തന്നെ കർത്താവിൻ്റെ കരുതലാണ് ഉണ്ടായത്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ വലിയൊരു അനർത്ഥം വിട്ട് മാറിയതാണ്. ഇല്ലൊരു മരണവീടാകേണ്ട സ്ഥാനത്ത് കർത്താവിൻ്റെ ഒരു സാക്ഷ്യം പറയുവാൻ ദൈവം ഇടയാക്കി. ദൈവം നമ്മുടെ തലമുറകളെ സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മുടെ തലമുറകളെ കർത്താവ് കരുതുന്നുണ്ട്. സിസ്റ്റർ ഇനിയും പ്രാർത്ഥിക്കുക, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കരുണയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ബ്രദറെ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഒരു ജോലി, ഹസ്ബൻഡിന് ജോലി പല പ്രാവശ്യമായിട്ട് ബ്രദർ വഴി ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ കൂട്ടി ആൾക്കൊരു ജോലി സൗദി അറേബ്യ കിട്ടിയത്. ഇന്ന് അതിൻ്റെ ടിക്കറ്റ് വന്നു. ഈ 16-ാം തീയതി രാവിലത്തെ ഫ്ലൈറ്റാണ് സൗദി അറേബ്യയിലേക്കുള്ളത്. നമ്മൾ വിചാരിച്ചാലും നല്ലൊരു പോസ്റ്റാണ്, പക്ഷെ അവിടെ എക്സാംസ് ഉണ്ട്. അപ്പം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഇതുവരെ നടത്തിയ ദൈവം കാണിച്ചു തന്ന വഴി കൂടിയാണ്, ദൈവത്തിൻ്റെ ഹിതത്തിലാണ് നടക്കുന്നത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇനിയുള്ള മുന്നിലുള്ള പ്രശ്നങ്ങളും എക്സാംസും ഒക്കെ ദൈവം ഞങ്ങളെ കടത്തി തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നന്ദി കർത്താവെ, അങ്ങ് തുറന്ന വഴിക്ക് നന്ദി, ആലോചന നിവർത്തിക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കൊരു സാക്ഷ്യമാണ്. പറഞ്ഞു. എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ ചുരുക്കം വാക്കുകളിൽ പറയണേ. പറഞ്ഞു. ബ്രദർ, എൻ്റെ പേര് സുമോ എന്നാണ്. എനിക്ക് എന്ന് മുതൽ തുടങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശ്വാസം മുട്ടേണ്ട അസുഖമുണ്ട്. ഒരു 6-ാം ക്ലാസ്സിലെ 7-ാം ക്ലാസ്സിലെ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ്. ഇന്ന് എനിക്ക് 52 വയസ്സുണ്ട്. ഞാൻ ഈ 2 മാസം കൊണ്ടാണ് ഇവിടെ പ്രയറിന് കയറിയത്. അന്ന് മുതൽ യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ഇൻഹേലറെല്ലാം ഞാൻ ഉപയോഗിക്കും. എനിക്ക് ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 2 മക്കളുണ്ട് എനിക്ക്. ഇൻഹേലർ ഉപയോഗിക്കാതെ ഒരു ദിവസം പോലും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, ആ അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരു 2 ആഴ്ച കൊണ്ട് ഞാൻ എവിടെ പോയാലും ഇൻഹേലർ ഉപയോഗിച്ചിട്ടേ പോവുള്ളൂ. എനിക്കിപ്പം ഇൻഹേലർ ഒന്നും ഉപയോഗിക്കണ്ട 2 ആഴ്ച കൊണ്ട്. എങ്കിലും ചില സമയത്ത് അത് ഉപയോഗിക്കണമെന്ന് തോന്നും, ഒരുമാതിരി തോന്നും. എന്നാലും എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് വലിക്കാന്ന് വിചാരിച്ച് അതങ്ങ് മറന്നു പോകുമ്പോൾ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടില്ല, വലിക്കേണ്ടി വരില്ല. ഇപ്പൊ 2 ആഴ്ച കൊണ്ട് എനിക്ക് ഇൻഹേലർ ഒന്നും ഉപയോഗിക്കേണ്ട, എനിക്ക് പൂർണ്ണ സൗഖ്യം ദൈവം എനിക്ക് തന്നിരിക്കുന്നു. ദൈവത്തിന് മഹത്വം.
ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യം തന്നെ. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ചെറിയ പ്രായത്തിൽ തുടങ്ങിയ ബുദ്ധിമുട്ടാണ്. ഇൻഹേലർ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ എപ്പോൾ പുറത്തിറങ്ങിയാൽ അതില്ലാതെ പറ്റത്തില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുണ്ട്. ചില സമയങ്ങളിൽ മറന്നു പോകുന്നുണ്ട്. പക്ഷേ പിന്നീട് 2 ആഴ്ചയായിട്ട് വ്യത്യാസം നോക്കിയപ്പം അതില്ല. നമുക്കറിയാം ഇൻഹേലറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് കണ്ടിന്യൂസ് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. ഇത്രയും വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, 2 ആഴ്ചയായിട്ട് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം കർത്താവ് എന്താണോ ശരീരത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ട്, ഇത്രയും വർഷമായി കിടന്ന രോഗത്തെ യേശു സൗഖ്യമാക്കിയിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവ് സൗഖ്യമാക്കി. നന്ദി. ഗോഡ് ബ്ലസ് സിസ്റ്റർ. അനേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സാക്ഷ്യം പറയുക. യേശുവിൻ്റെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ ബ്രദറെ പറഞ്ഞു. ബ്രദർ ഇന്ന് ബ്രദറെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ശ്രീജ എന്ന് പറഞ്ഞു മകളുണ്ടെന്ന് പറഞ്ഞത് എന്നെയായിരുന്നു ബ്രദറെ പറഞ്ഞ് ഏറ്റെടുത്ത സിസ്റ്ററെ. ആ ആലോചന മുഴുവൻ സിസ്റ്റർ കേട്ടായിരുന്നു. ആ അടയാളങ്ങളെല്ലാം സിസ്റ്റർ കേട്ടായിരുന്നു. അതെ അതൊക്കെ എന്റേതായിരുന്നു. ഇതിനു മുമ്പും ഈയുടെ അടയാളങ്ങളും എനിക്കും ഒരു 2 മാസം മുമ്പ് ഇതുപോലെ പറഞ്ഞായിരുന്നു. എന്റെ കുടുംബത്തിൽ അതൊരു സമാധാനം, എന്റെ മകളുടെ കുടുംബത്തിൽ സന്തോഷമൊക്കെയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്നും അത് കേൾക്കാൻ ഇട വന്നു. അവളുടെ കുടുംബത്തിൽ ദൈവം പ്രവർത്തിച്ചതിന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ. തീർച്ചയായിട്ടും അത് ഉറപ്പിച്ചു തന്നതാണ് കർത്താവ്. വീണ്ടും നമ്മളെ ഉറപ്പിക്കുന്ന ദൈവമാണ്. അത് സ്വീകരിച്ചോണം. ഈ ദിവസങ്ങളിൽ വലിയ പ്രതീക്ഷയോടെ ഇരുന്നാണം. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞാട്ടെ. ഒരു സെക്കൻഡ് ഇവിടെ മ്യൂട്ടായിപ്പോയി ഞാൻ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞോ. ബ്രദറെ, കഴിഞ്ഞ ദിവസം ഞാനും മോളും കൂടെ ജയ്പൂര് എത്തിക്കാതിന്റെ ഇന്റർവ്യൂവിന് വന്നായിരുന്നല്ലോ. ബ്രദറിന്റെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ ഇന്നലെ ആയിരുന്നു ഫസ്റ്റ് റൗണ്ട്. അത് ക്ലിയർ ആയി. പിന്നെ ഇന്ന് ഫൈനൽ റൗണ്ട് ആയിരുന്നു. അതും ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോ 2 ആഴ്ചക്കുള്ളിൽ മെയിൽ അയക്കാന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് മെയിൽ എത്രയും പെട്ടെന്ന് വരാനായിട്ട് അതിനും കൂടെ പ്രാർത്ഥിക്കണം ശക്തമായിട്ട്. തീർച്ചയായിട്ടും കർത്താവ് ആ ഇന്റർവ്യൂവിന് മേൽ പ്രവർത്തിച്ചല്ലോ. ദൈവം അത്ഭുതം ചെയ്തതിന് നന്ദി. ദൈവം സഹായിച്ചതിന് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇങ്ങനെ തന്നെ പറഞ്ഞു, കർത്താവ് ജോലി തന്നതിന് നന്ദി എന്ന് മാത്രം പറയുക. ഇനി വേറെ ഒന്നും പ്രാർത്ഥിക്കല്. അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ മെയിൽ വരുമ്പോൾ ഒരു അത്ഭുതം അതിൻ്റെ അകത്ത് ഉണ്ടാകും കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഞാൻ ജൂൺ മാസം തൊട്ട് യൂട്യൂബ് സൂമിൽ കയറിയതാണ്. യൂട്യൂബിൽ ആദ്യം കുറച്ച് പ്രാവശ്യം കണ്ടിരുന്നു. എന്നിട്ട് അതിന്റെ ലിങ്ക് കിട്ടിയപ്പോഴേക്ക് സൂമിലേക്ക് കയറി. എൻ്റെ അമ്മയ്ക്ക് ഡിപ്രഷൻ ആയിരുന്നു. വർഷങ്ങളായി രാത്രി ഉറങ്ങാറില്ല. എന്നെയും ഉറങ്ങാൻ സമ്മതിക്കാറില്ല. ഞാൻ സ്റ്റിച്ചിങ് ഷോപ്പ് നടത്തുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഉറക്കം നല്ലവണ്ണം എന്നെ ബാധിക്കുന്നുണ്ട്. ഈ വചനം കേട്ടതിന് ശേഷം ഞാൻ ബ്രദർ പറഞ്ഞതുപോലെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ ഇന്ന് വരെയും സുഖമായി ഉറങ്ങുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. എത്ര വർഷമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സിസ്റ്റർ? ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അമ്മയ്ക്ക് 15 വർഷമെങ്കിലും ആവും. ഓ, 15 വർഷം. ആലോചിച്ച് നോക്കി, നിങ്ങൾ കേട്ട് നോക്കി. 15 വർഷമായിട്ട് ഉറങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി നേരെ ഉറങ്ങിയിട്ട്. ഇപ്പൊ അമ്മയ്ക്കും ഉറക്കമുണ്ട്, ഞാനും ഉറങ്ങുന്നു സുഖമായിട്ട്. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യം തന്നെ. കാര്യം നമ്മുടെ ജീവിതത്തിൽ നല്ല ഉറക്കം പോലും ദൈവം തരുന്നതാണെന്നുള്ള ഏറ്റവും വലിയ അടയാളമാണ്. സിസ്റ്റർ പറഞ്ഞ 15 വർഷമായിട്ട് 2 പേർക്കും ഉറക്കമില്ല. 2 പേരും ബുദ്ധിമുട്ടുമായിരുന്നു. പക്ഷേ കർത്താവിന്റെ വചനം കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സുഖമായി സമാധാനത്തോടെ ഗുളികയും കൊടുത്തോണ്ടിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഗുളിക കൊടുക്കത്തില്ല എന്ന് ഞാൻ യേശുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഗുളിക കൊടുത്തിട്ടില്ല. അത് വലിയ സാക്ഷ്യമാട്ടെ. ഇപ്പം മരുന്നും കഴിക്കുന്നില്ല. പക്ഷെ മരുന്ന് കഴിക്കാഞ്ഞിട്ട് തന്നെ സമാധാനവും സന്തോഷവും നല്ല ഉറക്കവും ദൈവം കൊടുത്തു. ആ കുടുംബത്തിൽ സമാധാനം കൊടുത്തു. സിസ്റ്ററെ, കൂടെ നിൽക്കുക കർത്താവിൻ്റെ കൂടെ. ഇനിയും ദൈവം ഉയർത്തും. ഒന്ന് സ്പർശിച്ചാൽ കർത്താവ് ഇനിയും ആ സ്പർശനം ഉണ്ടായിക്കൊണ്ടിരിക്കും. കൂട്ടായ്മ ആചരിക്കുക. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പറഞ്ഞായിരുന്നു ഓഗസ്റ്റ് മാസം 16-ാം തീയതിക്ക് മുമ്പായിട്ട് അത്ഭുതങ്ങൾ നടക്കുമെന്ന് പറഞ്ഞായിരുന്നേ. ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇന്ന് 13-ആയി തീയതി. ആയി കഴിയുമ്പോൾ ഞാൻ പറയാം. എക്സൈറ്റഡ്. തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കേട്ടോ. കാത്തിരുന്നു. കർത്താവ് അത് ചെയ്യും. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ പറഞ്ഞു. ഞാൻ സജിത. എൻ്റെ ഹസ്ബൻഡാണ് ലാല്. ഞാനും എൻ്റെ മോളും ഹസ്ബൻഡും മക്കളും പള്ളി വിശ്വാസിയാണ്. എൻ്റെ ഹസ്ബൻഡ് മാത്രം വിശ്വാസമില്ല. പിണങ്ങി ഇപ്പൊ 3 മാസമായിട്ട് എൻ്റെ അടുത്ത് പിണങ്ങി വേറെ താമസം പോയി.
അവരുടെ വീട്ടിൽ നിൽക്കുകയാണ്. ഈ ലാലു എന്നുള്ള പേരാണോ സിസ്റ്റർ? ആരായിരുന്നു ഇത്? അതെ, എത്ര പേരാ എന്റെ ലാലു ഹസ്ബൻഡ് എന്നുള്ള ലാലു ലാലു അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേരാണോ അതോ സുനിൽ ലാൽ എന്ന പേര്. സുനിൽ ലാൽ എന്ന പേര്? അപ്പൊ ഞാൻ ഈ ലാലു ലാൽ എനിക്ക് സംശയം വന്നു, എനിക്ക് അറിയത്തില്ല ലാലു എന്നാ ഒഫീഷ്യൽ ആയിട്ട് വിളിക്കുന്നത് പേര്. ലാലു വിളിക്കുന്ന. മാത്രമേ വിളിക്കുള്ളൂ, എല്ലാരും വിളിക്കുന്ന അതാ. ലാലു. അപ്പൊ അദ്ദേഹത്തിന് ഞാനത് സുനിൽ ലാലു. അതാ ഞാൻ ചോദിച്ചത്, എനിക്ക് അറിയത്തില്ല ഇത് ഒഫീഷ്യൽ ആണോ അല്ല എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയും ചെയ്തു. എൻ്റെ ഉള്ളിൽ കർത്താവ് എങ്ങനെ ലാലു എന്നുള്ള വിളിപ്പേരാണ് ഞാൻ കേൾക്കുന്നത്. അപ്പം എനിക്ക് സംശയം വന്നു എൻ്റെ ഉള്ളിൽ, ഞാൻ അതാ ചോദിച്ചത്. ഇന്ന് കർത്താവിനോട് പറഞ്ഞ വാക്കെല്ലാം കേട്ടല്ലോ, ദൈവം തൊടാൻ വേണ്ടി പോവാ സിസ്റ്ററെ. എന്നോട് ഇപ്പോൾ ഹസ്ബൻഡിന്റെ പേരും എല്ലാം പറഞ്ഞിട്ടുണ്ടോ സിസ്റ്റർ? ഇങ്ങനെ വിളിക്കുന്നു എല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്നോട്? ഇല്ല ഇല്ല ഇല്ല, ഇല്ല. ഇത് കർത്താവ് ഇടപെട്ടെന്ന് സിസ്റ്റർക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നു മുതൽ കണ്ടോ, ആ മനുഷ്യന്റെ മേൽ വ്യത്യാസം വരും. അയാൾ ആള് മാറിയവനെ പോലെ ആയിത്തീരും. മാനസാന്തരപ്പെട്ട് നിങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കും. അത് ഏറ്റെടുത്തോണം. ആ ബന്ധനത്തെ കർത്താവ് തൊട്ടിരിക്കുന്നു, അത് അഴിച്ചിരിക്കുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. കൂട്ടായ്മ ആചരിച്ചോണം. വചനം കേട്ട് ബലപ്പെട്ടോണം. ഇന്ന് കേട്ടതുപോലെ ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോ ഉള്ളതും കൂടെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഉള്ളവനായിട്ടിരിക്കുക, നടക്കുക കേട്ടോ. ഗോഡ് ബ്ലസ് സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ഞാൻ സിൽവി. പറഞ്ഞു ഫിലിപ്പ് എന്നൊരു പേര് പറഞ്ഞായിരുന്നു. അതിന്റെ കൂടെ ഒരു പേരും കൂടെ പറഞ്ഞായിരുന്നു. മേഴ്സി എന്നും പറഞ്ഞു. ഫിലിപ്പ് എന്റെ ഹസ്ബൻഡാണ്, മേഴ്സി എന്റെ സിസ്റ്ററുമാണ്. അപ്പൊ സാഹചര്യം എനിക്ക് എന്നാന്ന് മനസ്സിലായിട്ടില്ല. എന്റെ ഹസ്ബൻഡ് ജോലിയിൽ പ്രയാസം ഉണ്ടായിരുന്നു, പുതിയ ജോലിക്ക് ഇന്ന് ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ രാവിലെ വിചാരിച്ചത് ബ്രദറിന് മെസ്സേജ് ഉണ്ടോ, ഒന്ന് ബ്ലെസ് ചെയ്യണമെന്ന്, ഈ ജോലി ഒന്ന് അനുഗ്രഹിക്കാനായിട്ട്. പക്ഷെ എനിക്ക് സാധിച്ചില്ല. അപ്പൊ കർത്താവ് ഇന്നത് ഇടപെട്ടല്ലോ. എന്താണെന്ന് സാഹചര്യം എനിക്ക് മനസ്സിലാകുന്നില്ല, എങ്കിലും ബ്രദർ പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും കർത്താവ് ആ കുടുംബത്തെ കണ്ടിരിക്കുന്നു. ഇന്നു മുതൽ ഈ ആലോചന കേട്ട് നമ്മൾ ആമേൻ പറഞ്ഞ നിമിഷം മുതൽ ആ ആക്റ്റീവ് ആകുകയാണ്. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ആ ശതാധിപൻ വന്നിട്ടൊരു വാക്ക്, കർത്താവ് നീ എൻ്റെ പെരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം വരുമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു പൊക്കൊള്ളുക. അവിടെ വചനം പറഞ്ഞു ആ നാഴികയിൽ തന്നെ, യേശു പറഞ്ഞ നാഴികയിൽ തന്നെ അവൻ തിരിച്ചു ചെന്നപ്പോൾ ബാല്യക്കാരന് സൗഖ്യമായി എന്ന് അവൻ അറിഞ്ഞു എന്ന് പറഞ്ഞത്. എപ്പോഴാണോ നമ്മൾ ആലോചന കേട്ട്, ഞാൻ പറഞ്ഞില്ല ബ്രദർ പറയുന്നതായിട്ട് കേട്ടാൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കത്തില്ല. അത് പരിശുദ്ധാത്മാവ് ഇടപെടുന്നതാണെന്ന് കേട്ടാൽ അത് കേൾക്കുമ്പോൾ ആരാണോ ആമേൻ പറയുന്നത് ആ നിമിഷം മുതൽ ആക്റ്റീവ് ആവുകയാണ്. അതുകൊണ്ട് ഈ ദിവസം അതിന് റിസൾട്ട് കാത്തിരുന്നോണം. കർത്താവ് അത് ചെയ്തിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞു. ഞാൻ ഇന്നലെയാണ് ഈ മീറ്റിംഗിൽ ആദ്യമായിട്ട് കയറുന്നത്. അപ്പൊ എന്റെ ഈ കാലിന്റെ താഴത്ത് കണങ്കാലിന് നീരും വേദനയും ഉണ്ടായിരുന്നു. നടക്കുമ്പോ നല്ല വേദനയായിരുന്നു. പക്ഷെ ഞാൻ ഇന്നലെ പാസ്റ്റർ പറഞ്ഞ പോലെ യേശുവിന്റെ രക്തത്തെ ഇങ്ങനെ മുദ്രയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാൻ ഇന്നലെ എനിക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് പൂർണ്ണമായി വേദന മാറി, നീരും ഇല്ല, എനിക്ക് നല്ലപോലെ നടക്കാനൊക്കെ സാധിച്ചു. എത്ര നാളായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഒരു മാസമായിട്ട് എനിക്കിങ്ങനെ കാലിന് വയ്യായികയായി വന്നത്. പക്ഷെ ഞാൻ ഇന്നലെ ഈ മീറ്റിങ്ങിന് ആദ്യമായിട്ട് കേറിയത്. എനിക്ക് നല്ല നോക്കിയും തന്നു. വലിയ അത്ഭുതമാട്ടോ. ഇന്നലെ ആദ്യമായിട്ട് സിസ്റ്റർ കയറുന്ന, ഇന്നലെ കയറുമ്പോൾ സിസ്റ്റർക്ക് ഈ നീരും വേദന ഉണ്ടായിരുന്നു. ഇന്നലെ സിസ്റ്റർ, അതായത് ഇന്നലെ സിസ്റ്റർ, ഒരു സെക്കൻഡ് സിസ്റ്റർ, ഇന്നലെ സിസ്റ്റർ കയറുന്ന സമയത്ത് സിസ്റ്റർക്ക് കാലിന് നീരും ഭയങ്കര വേദനയായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം മുതൽ സിസ്റ്ററുടെ കാലില് ആ വേദന മാറി, നീരും മാറി, പൂർണ്ണ സൗഖ്യമായെന്നാണ് സിസ്റ്റർ പറഞ്ഞേക്കുന്നത്. ആമേൻ. അത് വലിയ സാക്ഷ്യം തന്നെ കേട്ടോ. ഒരു മാസമായിട്ട് സിസ്റ്റർ അനുഭവിക്കുമായിരുന്നു. പക്ഷെ ഇന്നലെ ആദ്യമായിട്ടാണ് സിസ്റ്റർ പ്രാർത്ഥനയ്ക്ക് കയറിയത്. ഇന്നലെ തന്നെ കർത്താവ് തൊട്ടു, സൗഖ്യമാക്കിയിരിക്കുന്നു. സിസ്റ്റർ, അതിന്റെ അർത്ഥം ദൈവം തൊട്ടെങ്കിൽ ചേർന്ന് നിന്നോണം. കൂട്ടായ്മയിലും വചനത്തിലും ദൈവം തൊട്ടാൽ ഇനിയും ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ട്. ചേർന്ന് നിൽക്കുക, പ്രാർത്ഥനകളിലും വചനങ്ങളിലും ബലപ്പെടുക. കർത്താവ് അനുഗ്രഹിക്കണം. ഞാൻ കാണുന്നത് ഇന്ന് കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി വിടുന്നു. തലമുറകളെ ദൈവം സ്പർശിക്കുന്നു. വലിയ സാക്ഷ്യങ്ങൾ ഇനിയും കർത്താവ് തുറക്കാൻ വേണ്ടി പോകുക കേട്ടോ. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. കർത്താവ് അത് വലിയ പ്രവൃത്തിയായിട്ട് മാറ്റും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പറഞ്ഞു. അടുത്ത ആള് പറഞ്ഞു. ഹലോ ബ്രദറെ. പറഞ്ഞു. ഹലോ പറഞ്ഞു സിസ്റ്ററെ. ഞാൻ ഇന്നലെ സൂമിൽ കയറുന്ന വ്യക്തിയാണ്. ഒരു മാസത്തിൽ കൂടുതലായി ബ്രദറിന്റെ സൂമിൽ കയറുന്നുണ്ട്. നല്ല വിശ്വാസത്തിൽ, ഹൃദയത്തിൽ വലിയൊരു ഉറപ്പ് ലഭിക്കുന്നുണ്ട് കാര്യങ്ങളിൽ. ഇന്നലെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എല്ലാവരുടെയും പേര് പറഞ്ഞ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. എന്നെ സ്നേഹിക്കുന്നെങ്കിൽ കർത്താവ് ഇന്ന് എന്റെ പേര് പറഞ്ഞ് എന്റെ ഭവനത്തിൽ എന്തെങ്കിലും കാര്യം വെളിപ്പെടുത്തണേ. ഇപ്പൊ ഇന്ന് ബ്രദർ പറഞ്ഞല്ല സ്മിത, അപ്പൊ അത് ഞാൻ ഏറ്റെടുക്കുന്നു. എന്റെ ഭവനത്തിൽ എത്ര പൈസ കൊണ്ടുവന്നാലും
അങ്ങ് ശൂന്യമായി പോകുന്ന ഒരു അവസ്ഥ. ബിസിനസ്സാണ് ഞങ്ങൾക്ക്. ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ബ്രദറിന്. പച്ചക്കറി കടയാണ് 2. പക്ഷെ ബിസിനസ്സിലോട്ട് ഈ ഭവനത്തിൽ നിന്ന് എത്ര പൈസ കൊണ്ടിട്ടാലും മടങ്ങി വരുന്നില്ല. അങ്ങനെ ഒരു അനുഭവം. പക്ഷെ ഞാനില്ല, വചനം പറയുന്നു, മരിച്ചതിനെ ജീവിപ്പിക്കുക, വചനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അതിലൊരു സ്മിത ആരാ സിസ്റ്റർ? സ്മിത ആരാന്ന് പറഞ്ഞ? ഇത് ഞാനാണ്. സ്മിത. ഇപ്പൊ സിസ്റ്റർ ഇട്ടേക്കുന്ന പേര് ഇട്ടേക്കുന്നത് ഇതിനകത്ത് സൂമി ഞാൻ കാണുന്നത് ഷൈജു ആർ എന്നുള്ള പേരാ കാണുന്നത്. സിസ്റ്ററുടെ ശരിക്കുള്ള പേര് സ്മിത എന്നാ? എന്റെ പേര് സ്മിത, ഹസ്ബൻഡിന്റെ പേര് ഷൈജു. ഓക്കെ, ആ പേരില്ല സിസ്റ്റർ ഇപ്പൊ സൂമി ജോയിൻ ചെയ്തേക്കുന്നല്ലേ. ഞാൻ കാണുന്നത് ഷൈജു ആർ എന്നാണ്. കർത്താവ് വലിയവനെ കേട്ടോ. ഇന്ന് സിസ്റ്ററുടെ പേര് ദൈവം ഇടപെട്ട്. പക്ഷെ സിസ്റ്റർ ഇപ്പൊ ഇതിനകത്ത് കാണിക്കുന്ന ഷോ ചെയ്തേക്കുന്ന പേര് ഹസ്ബൻഡിന്റെ പേരാണ്. പക്ഷെ കർത്താവ് സിസ്റ്ററിനെ കണ്ടു. അതിന്റെ അർത്ഥം സിസ്റ്റർ ഏറ്റെടുത്തോണം. ഇന്ന് മുതൽ കർത്താവിന്റെ പ്രവൃത്തിയെ ആമേൻ പറഞ്ഞെടുത്തോണം. വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കാൻ യേശു തൊട്ടാൽ ആ വിഷയത്തിന് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇന്നു മുതൽ ശ്രദ്ധിച്ചോണം, വ്യത്യാസങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം കേട്ടോ. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്തിരിക്കുന്ന സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. എന്തോ ബ്രദറെ, എന്റെ പേര് സ്മിത എന്നാണ്. ഞാൻ രാജേഷ് എന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ പിന്നെ അതൊന്നും പറയാഞ്ഞത്. സ്മിത ഈ പറഞ്ഞൊക്കെ ഞാനും ഒരു ബ്യൂട്ടി പാർലർ നടത്തുവാണ്. ഇപ്പൊ 2 വർഷമായി. പക്ഷെ എനിക്ക് കസ്റ്റമർ ഒന്നും വരുന്നില്ല. ഞാൻ അത് എങ്ങനെയെങ്കിലും കൊടുക്കണമെന്നും പറഞ്ഞിരിക്കുക. കാരണം എനിക്ക് കസ്റ്റമർ ആരും വരുന്നില്ല. ഞാൻ ഭയങ്കര മാനസികമായിട്ടുള്ള ഒരു വിഷമത്തില്ല. എന്ത് വേണമെന്ന് പോലും അറിയാൻ വയ്യ. അവിടെ എന്റെ ഹസ്ബൻഡിനെ കിടന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. കയ്യിലിരുന്ന പൈസ ഉണ്ടെന്ന് വല്ല നാട്ടിലും കൊണ്ടിട്ടിട്ട് 10 പൈസ പോലും അതിൽ നിന്ന് മീതിയില്ലെന്ന് പറഞ്ഞു. ഞാനും ആകെ ഭാരപ്പെട്ടിരിക്കുക. സിസ്റ്റർ, ഈ ദിവസങ്ങളിൽ സങ്കീർത്തനം 119 സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്. എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വരുമെന്നൊരു വചനമുണ്ട്. സിസ്റ്റർ, ഈ ദിവസങ്ങളിൽ അത് ഒന്നും വിൽക്കുന്നതിന് മുമ്പ് തന്നെ സിസ്റ്റർ ആ വാക്യം ഒന്ന് പറഞ്ഞൊന്ന് കുറച്ച് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. സിസ്റ്റർ ആ ബിസിനസ്സിൽ ആ ഒരു സ്ഥലത്ത് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഈ വചനം പറയണം. വചനം പറയേണ്ടത് ഇങ്ങനെയാണ്: എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, എനിക്ക് നന്മ വരും എന്ന് തന്നെ ആ വചനം പറഞ്ഞ് സിസ്റ്റർ പറയണം, പ്രവചിക്കണം. ആ വചനം പ്രവചിക്കുമ്പോൾ ആ ദിവസം സിസ്റ്റർ ശ്രദ്ധിച്ചോണം. വ്യത്യാസങ്ങൾ കണ്ടിട്ട് ആ വചനം പ്രവർത്തിക്കുവാൻ സമയം കൊടുക്കണം. അതിന്റെ റിസൾട്ട് കണ്ടതിന് ശേഷം ഒരു തീരുമാനം എടുക്കാവുള്ളൂ. ഇന്നു മുതൽ ആ വചനം പറഞ്ഞോണം കേട്ടോ. ആ വചനം 119 സങ്കീർത്തനം സിസ്റ്റർ. എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, എനിക്ക് ഭാഗ്യവാൻ, എനിക്ക് നന്മ വന്നിരിക്കും എന്നുള്ള വാക്യം കേട്ടോ. സോറി, 128 കേട്ടോ. 128ന്റെ 2 കേട്ടോ. സോറി, റീതാ സഹോരി ഇട്ടിട്ടുണ്ട്. റീതാ സഹോരി ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. 128ന്റെ 2. ഓക്കെ, ഗോഡ് ബ്ലസ് യു. കർത്താവിലേക്ക്. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞോട്ടെ. ഞാൻ സ്പെയിനിൽ. ഹലോ പറഞ്ഞോ. എന്തോ? എനിക്ക് 4 മാസം മുൻപാണ് ഞാൻ ഇതിനകത്ത് ഈ ഗ്രൂപ്പിൽ കയറുന്നത്. അന്ന് മുതൽ, അപ്പൊ അതിനു മുമ്പ് 1 വർഷം മുമ്പ് എനിക്ക് ജോലി കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. സ്പെയിനിൽ ജോലി ഇല്ലെങ്കിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ ഈ ഇതില് മാർച്ചില് കയറി. മാർച്ച് അവസാനം തുടങ്ങി ഞാൻ ഒരു കോഴ്സിന് വിളിച്ചു. ഞാൻ ആ കോഴ്സ് അറ്റൻഡ് ചെയ്തു. അത് മുതൽ എനിക്ക് ജോലി ലഭിച്ചു. പക്ഷേ ഇപ്പൊ 16-ാം തീയതി അത് തീരാണ്. അപ്പൊ ഞാൻ പഠിച്ച ജോലിയിൽ നിന്ന് ഇനിയിപ്പോ ഇന്ന് ഒരു ജോലിക്ക് വിളിച്ചായിരുന്നു എയർപോർട്ടിൽ. വെള്ളിയാഴ്ച അവര് ഇത് അയക്കാന്ന് പറഞ്ഞേക്കണേ. അപ്പൊ ഞാൻ അതിനകത്ത് പോകണോ അതോ ഉള്ള ജോലി 3 ദിവസമേ ഉള്ളൂ. അത് സാലറി കുറവാണ് എങ്കിലും ആ ജോലിയിൽ ഞാൻ സംതൃപ്തിയാണ്. പക്ഷെ എയർപോർട്ടിലേക്ക് വിളിച്ചിരിക്കുന്ന ജോലിയിലോട്ട് ഞാനൊന്ന് കയറണോ വേണ്ടേന്ന് ബ്രദർ ഒന്ന് പറയോ? സിസ്റ്റർ, ഈ ദിവസങ്ങളിൽ സിസ്റ്റർ പ്രാർത്ഥിക്കാൻ ഒരു വാക്കൊന്ന് ബ്ലസ് ചെയ്യാം. കർത്താവ്, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ വലിയ കൃപ ഇന്നവിടെ തുറക്കട്ടെ. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു, ആ വഴി തുറന്നു വരട്ടെ, നന്മ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം കർത്താവ്, അങ്ങ് പ്രിയമകൾക്ക് വേണ്ടി ലീഡ് ചെയ്യുന്ന കൃപയ്ക്ക് തന്നെ അപ്പം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സിസ്റ്റർ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഓക്കെ ബൈ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു. കർത്താവിൻ്റെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ വേണ്ടി? ഈ സമയത്ത് നിങ്ങൾ പ്രയർ റിക്വസ്റ്റ് പറയല്ലേ, സാക്ഷ്യം ഉള്ളവർ പറഞ്ഞോട്ടെ. ഹലോ ബ്രദറെ, കേൾക്കാമോ? പറഞ്ഞു സിസ്റ്റർ. ഞാന് ഇന്നലെ എനിക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റിയില്ലായിരുന്നു. 2-3 ആഴ്ച കൊണ്ട് എന്നോട് ദൈവാത്മാവ് ബ്രദറിലൂടെ കേൾക്കുന്ന ഒരു സന്ദേശമാണ്. ഇന്നലെ ഒരു സജീവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് എൻ്റെ ഹസ്ബൻഡിന്റെ പേരാണ് സജീവ്. അപ്പൊ ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് മാത്രമാണ് വിശ്വാസത്തിലേക്ക് വന്നത് പ്രകാരം എൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ പുറത്താകപ്പെട്ടു. പക്ഷെ വീട്ടിൽ ആരും അംഗീകരിക്കത്തില്ല. പക്ഷെ ഞാൻ വീട്ടിൽ അറിയാതെ സ്നാനമേൽക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ കൂട്ടായ്മയ്ക്ക് പോകാനുള്ള തടസ്സമുണ്ട്. പക്ഷെ ഞാൻ എന്നും
ബ്രദറിന്റെ സൂമിൽ കയറാൻ തുടങ്ങിയത് ജൂൺ മാസം മുതലാണ്. പക്ഷെ ആ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ ബ്രദർ എന്നോട് ദൈവാത്മാവിനാൽ ഇടപെട്ട് സംസാരിച്ചു. മനു എന്ന പേര് എനിക്ക് വെളിപ്പെടുത്തി സംസാരിച്ചു. അതെൻ്റെ മകനാണ്. ജൂലൈയിൽ എന്തോ ഒരു ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഒരു മിറക്കിളിന് വേണ്ടിയിട്ട് കാത്തിരുന്നതാണ്. പക്ഷെ എൻ്റെ മോന് ഡെങ്കിപ്പനിയായിട്ട് വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ഞാൻ ബ്രദറിന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. 1 മാസത്തോളം കഴിഞ്ഞു അത് സൗഖ്യം പ്രാപിച്ചു. BP ലോ ആയിട്ടായിരുന്നു. അപ്പോഴും ഞാൻ ജൂലൈ മാസത്തിലെ കാര്യം ഞാൻ അതായിട്ടാണ് വിശ്വസിക്കുന്നത്. ബ്രദർ ജൂലൈ മാസത്തെ കാര്യം മനു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജൂലൈ മാസം ആയപ്പോൾ ഫസ്റ്റ് വീക്കിൽ തന്നെ മോനെ BP ലോ ആയി, ഡെങ്കിപ്പനി ബാധിച്ചു. 1 മാസത്തോളം ബാംഗ്ലൂർ ഹോസ്പിറ്റലൈസ് ആയിരുന്നു. ഒത്തിരി ക്രിട്ടിക്കലായിരുന്നു. ഞാൻ ബ്രദറിൻ്റെ കൗണ്ടൊക്കെ കുറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 മാസത്തിന് ശേഷമാണ് പൂർണ്ണമായിട്ട് സൗഖ്യമായത്. ഇപ്പോൾ മിടുക്കനായിരിക്കുന്നു. സിസ്റ്റർ, അത് വലിയൊരു സാക്ഷ്യം തന്നെ. കാര്യം ആ രോഗം അത് ദൈവം ഇടപെട്ടത്, അവൻ്റെ പേര് വെളിപ്പെടുത്തി ദൈവം അവനെ തുടർന്നു. നമ്മൾ വലിയൊരു അത്ഭുതം പ്രതീക്ഷിച്ച, പക്ഷെ അവന് പെട്ടെന്ന് രോഗം വന്നു. അത് മരണകാരം, പക്ഷെ പറഞ്ഞാൽ ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആ രോഗം വന്ന് മരണകാരണത്തിലേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷെ ഇന്ന് പറഞ്ഞതുപോലെ അവൻ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചത്. അത് മിറക്കിളാണ്. രോഗം കർത്താവ് തന്നതല്ല, രോഗം അവന് വന്നെങ്കിലും ദൈവം അവൻ്റെ ആയുസ്സിനെ നമുക്ക് മടക്കി തന്നതാണ്. സൗഖ്യത്തോടെ അവന് മടക്കി തന്നാണ്. അത് വലിയൊരു സാക്ഷ്യത. ദൈവം തൊടുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ജീവനോടെ ഇരുന്ന് ഞാൻ ദൈവത്തിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും എന്നുള്ള വചന നിവൃത്തിയാണത്. സാക്ഷ്യമാണ് കേട്ടോ സിസ്റ്ററെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. 2 ആഴ്ച മുന്നേ എൻ്റെ ഹസ്ബൻഡിന്റെ പേര് എല്ലാവരും വീട്ടിൽ അറിയപ്പെടുന്ന, നാട്ടിലൊക്കെ അറിയപ്പെടുന്നത് സജീവൻ എന്നാണ്. പക്ഷെ ബ്രദർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സജീവനെ എന്നുള്ള വ്യക്തിയെ തൊടുന്നു. പക്ഷെ 2 ആൺമക്കളുള്ള സജീവൻ എന്ന് ബ്രദർ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങളുടെ ആ ഒരു ദൂതായിട്ടാണ് ഏറ്റെടുത്തത്. 2 ആൺമക്കൾ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ഹസ്ബൻഡിന് അറിയപ്പെടുന്ന പേര് സജീവൻ എന്നാണ്. അതുപോലെ തന്നെ ഇന്നലെ ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സജീവ് എന്നുള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു. അപ്പോൾ വേറൊരു സിസ്റ്റർ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് എൻ്റെ ഹസ്ബൻഡ് ആണെന്നും പറയുന്നത് ഞാൻ കേട്ടു. പക്ഷെ എനിക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റിയില്ല. അപ്പൊ അതെന്താണ് ഇടപെട്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ മാത്രമാണ് വിശ്വാസത്തിലേക്ക് ഉള്ളത്. അപ്പോൾ കർത്താവ് തൊടുന്നു എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് അത് തൊടുന്നു എന്നുള്ളത് ദൈവം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കർത്താവ് നമ്മുടെ ഭവനത്തെ തൊട്ടിരിക്കുകയാണ്. അത്രയും ആലോചന വെളിപ്പെട്ടതാണ്. അത് ഇന്നലത്തെ കാര്യങ്ങൾ സിസ്റ്റർ യൂട്യൂബിൽ നമ്മുടെ പ്രയർ കിടപ്പുണ്ട്. ഇന്നലത്തെ അതേ പ്രയർ കിടപ്പുണ്ട്. ആ സിസ്റ്റർ ആ ഭാഗം സിസ്റ്റർ ആ ഭാഗം സിസ്റ്റർ ശ്രദ്ധിച്ച് നോക്കുക. കർത്താവ് എന്താണോ ദൈവം ആലോചന ഇടപെട്ടത് അത് വെച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അത് ആമേൻ പറഞ്ഞ് സ്വീകരിക്കണം. ആദ്യം തന്നെ ഞാനത് റിസീവ് ചെയ്യുന്നു പറയണം. എന്നിട്ട് സിസ്റ്റർ അത് കർത്താവിൻ്റെ കൃപയിൽ ഓർക്കുക, എഴുതി വെക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അത് നമ്മളിലേക്ക് വന്നു ചേരും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് തൊട്ടതിന് നന്ദി, കർത്താവ് മകന് കൊടുത്ത വിടുതലിന് നന്ദി കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പറഞ്ഞു ഒരു ശ്രീജയ്ക്ക് വേണ്ടി ഇന്ന് പ്രയറിൽ പറഞ്ഞല്ലോ. ആ ശ്രീജ എന്റെ ഫ്രണ്ടാണ്. പക്ഷെ ഒരു മകളുടെ കാര്യം പറഞ്ഞു. അത് ശ്രീജയുടെ മകളെ പറ്റിയാണോ? അങ്ങനെയാണെങ്കിൽ ശ്രീജയ്ക്ക് മകനാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതിന് മകനുള്ളതെന്ന് ദൈവ ആലോചന സിസ്റ്റർ ശ്രദ്ധിച്ചോണം. അടയാളങ്ങൾ അതിൻ്റെ കൂടെ വരുമ്പം ആ അടയാളവും ആ വ്യക്തിയും ആയിട്ട് ചേരുന്നുണ്ടെങ്കിൽ അത് ഓർത്താവാണ്. അപ്പം സിസ്റ്റർ കേട്ടത് ഞാൻ പറഞ്ഞത് പലപ്പോഴും ഞാൻ ആ സമയത്തുണ്ടാകുന്ന ആത്മാവിൻ്റെ ഒരു ഫ്ലോയിലാണ് എല്ലാ കാര്യം പെട്ടെന്ന് ഞാൻ പറഞ്ഞത് പിന്നീട് ഓർത്തെടുക്കാൻ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് എപ്പോഴും ശ്രദ്ധിച്ചോണമെന്ന് പറഞ്ഞേക്കുന്നത്. എന്താണോ ആ കൂട്ടത്തിൽ വന്ന അടയാളം അത് സിസ്റ്റർ ഒന്നുകൂടെ കേൾക്കുക. ഇത് കഴിയുമ്പോൾ യൂട്യൂബിൽ ഒന്ന് കേൾക്കുക. എന്നിട്ട് ആ അടയാളവുമായിട്ട് ആ ഒരു വ്യക്തിക്ക് ബന്ധമുണ്ടെങ്കിൽ അതിനോട് പറയണം, കർത്താവ് നിന്റെ കാര്യങ്ങളെ വെളിപ്പെടുത്തി ഈ ദിവസങ്ങളിൽ വലിയ പ്രതീക്ഷയോടെ ഇരുന്നോണം. അവരങ്ങനെ തന്നെ പറയണം. അത് കർത്താവ് വെളിപ്പെടുത്തി അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. അങ്ങനെ തന്നെ പറഞ്ഞു കേട്ടോ സിസ്റ്റർ. അത് കേട്ടിട്ട് എന്റെ മകന്റെ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു എന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്. മറ്റേ കാലിൽ വെടിപ്പോസ് പോലെ ഇങ്ങനെ വലിയ ബഡ്ജായിട്ട് ഈ നിലമ്പ് നിൽക്കുന്നത്. അപ്പൊ ഇപ്പൊ അവൻ എന്റെ മുന്നിലുണ്ട്. ഇന്നലെ സിസ്റ്ററോട് പറഞ്ഞില്ല സിസ്റ്റർ അത് അഭിഷേകം ചെയ്തിട്ടുണ്ട്. സിസ്റ്റർ കൈ വെച്ച് മോന് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നോണം. അത് കാണുന്നത് വരെ അവൻ്റെ ബൾജ് നിൽക്കുന്നത് ഇപ്പം നമ്മൾ തുടക്കത്തിലൊരു സാക്ഷ്യം എത്രയോ സാക്ഷ്യം കേട്ടു അല്ലേ. ആ കാല് ബുദ്ധിമുട്ടായിരുന്ന സഹോദരി അതേപോലെ പറഞ്ഞുകൊണ്ടിരുന്നോണം. ആ സിസ്റ്റർ മേലെ അഭിഷേകത്തെ പകർന്നിട്ടുണ്ട്. കൈ വെച്ചിട്ട് കർത്താവിൻ്റെ മോനെ കൊണ്ടും പറയിപ്പിക്കണം. കർത്താവിൻ്റെ തിരുമുറിവിനാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ ഈ രോഗത്തെയും വേദനയും യേശു എടുത്തതാണ്. യേശുവിൻ്റെ മുറിവിനെ സൗഖ്യത്തെ ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. കർത്താവ് അങ്ങനെ ചെയ്തതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ ഗോഡ് ബ്ലസ് യു. കർത്താവിനെ മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. ലാലു എന്ന് പറയുന്ന ഒരാളുടെ പേര് ബ്രദർ പറഞ്ഞു, അതൊരു സഹോദരി ഏറ്റെടുത്തു. പക്ഷെങ്കില് എന്റെ ഒരു ഫ്രണ്ട് ഒരു ചേച്ചിയുണ്ട്, പുള്ളിക്കാരി ഒരുപാട് പ്രയാസത്തിൽ കൂടെ പോകുന്ന, എപ്പോഴും കണ്ണുനീര് മാറി ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഈ അടുത്ത ഇടയ്ക്ക് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് ഞാനൊരു ലിങ്ക് അയച്ചു തരാം, അത് കേട്ടിട്ട് കയറ്, അപ്പൊ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, അപ്പം വചനം എങ്ങനെ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതൊക്കെ അത് വ്യക്തമായിട്ട് പറയുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിൽവിയ അത് അയച്ചു തന്നെ എനിക്ക് ഒത്തിരി ഉപകാരം, എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ആ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിന്റെ പേര് ലാലു എന്നാണ്. പ്രാർത്ഥിച്ചോളാം ബ്രദർ. ഈ അടയാളവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ആർക്കും ഏറ്റെടുക്കാം. സെയിം അടയാളം ഞാൻ പറഞ്ഞു, ഒന്നിലധികം വ്യക്തികൾക്ക് വേണ്ടിയും കർത്താവ് പ്രവർത്തിക്കും. അടയാളങ്ങൾ കേൾക്കുക, അടയാളവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ അത് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോളാം പറയണം. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നാളെ നമ്മുടെ പ്രാർത്ഥന യൂട്യൂബിലാണ്. നാളെ നമുക്കതിന് ശേഷം പിന്നെ പഴയ പോലെ തന്നെ സൂം പ്രയറിലാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. നാളെ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാം. വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യും. അനേകർക്ക് വേണ്ടി നിങ്ങൾ ഈ വചനങ്ങളെ ഷെയർ ചെയ്യുക. യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, സൂമിൻ്റെ ലിങ്കുകളായിക്കോട്ടെ. ഇന്ന് ആ സഹോദരി പുതുതായിട്ട് കയറി സഹോദരി ഇന്നലെ കയറി കർത്താവ് മകളെ 1 മാസമായിരുന്നുകൊണ്ടിരുന്ന സൗഖ്യത്തെ കർത്താവ് കൊടുത്തു. അപ്പം നിങ്ങൾ കൊടുക്കുന്ന ഒരു ഷെയർ, കൊടുക്കുന്ന ലിങ്ക്, അതൊക്കെയും തകർന്നിരിക്കുന്ന ഭവനങ്ങൾക്ക് സമാധാനം കൊടുക്കുവാനും സൗഖ്യങ്ങൾ കൊടുക്കുവാനും ആ തകർന്ന ഭവനത്തെ പണിതെടുക്കുവാനും നിങ്ങളൊരു മുഖാന്തരമാകും. അതുകൊണ്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ നിർബന്ധിക്കുന്നു. പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ സുവിശേഷം എൻ്റെ മേൽ നിർബന്ധമാണത്, ചെയ്തില്ലെങ്കിൽ അയ്യോ കഷ്ടം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ലൈവിൽ കാണുന്നവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയാൽ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. നിങ്ങളുടെ ശൂന്യമായ അവസ്ഥകളെ സ്വർഗം നിറയ്ക്കും. ഈ ദിവസങ്ങളിൽ എത്ര വലിയ പ്രതിസന്ധി ആണെങ്കിലും ഞാൻ നിങ്ങളോട് യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു, കർത്താവ് കൂടെയുണ്ട് കേട്ടോ. കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, തകർന്നു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. അനുഗ്രഹിക്കുന്ന കർത്താവെ, വൻ കാര്യങ്ങളെ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, എനിക്കറിയാം ഒത്തിരി ആളുകൾ യൂട്യൂബിലൂടെ രോഗസൗഖ്യങ്ങൾ ലഭിക്കുന്നവരുണ്ട്. അതെല്ലാം ഞാൻ കണ്ടും കേട്ടും വരുന്നുണ്ട്. നിങ്ങളോട് ഞാൻ നിർബന്ധിക്കുന്നു, സാക്ഷ്യം ലഭിച്ചവർ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യാതിരിക്കുക. നേരിൽ വന്ന് സൂമിൽ തന്നെ നിങ്ങൾ സാക്ഷ്യം പറയാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കാര്യം നിങ്ങളെ സാക്ഷ്യം കാണുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുമ്പോൾ അത് കേൾക്കുന്നൊരു വ്യക്തിക്ക് രോഗസൗഖ്യത്തിലേക്ക് വരുവാൻ ഇടയായിത്തീരും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സൂമിൽ പ്രാർത്ഥന അവസാനിച്ചിട്ടില്ല. ലൈവിൽ ഞാൻ പ്രാർത്ഥന ക്ലോസ് ചെയ്യുന്നു. നമുക്ക് നാളെ കാണാൻ. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനം